السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وآله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഒന്നരായ പണ്ഡിതന്മാരെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, സഹോദരന്മാരെ, അല്ലാഹു നമ്മയും നമ്മളോട് ബന്ധമുള്ളവരെയും പരിശുദ്ധ ദീനിൻ്റെ ഖാദിമീങ്ങളായി ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വിവിധങ്ങളായ രോഗങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്നവർ നമ്മുടെ കൂട്ടത്തിലുണ്ട്, നമ്മുടെ ബന്ധുമിത്രാദികളിലുണ്ട്. അല്ലാഹു എല്ലാവർക്കും വളരെ പെട്ടെന്ന് സലാമത്ത് നൽകുമാറാവട്ടെ. ആമീൻ. കടുത്ത വേനലിന് ശേഷം നമ്മളെല്ലാവരും വർഷക്കാലത്തിൻ്റെ സായുജ്യത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. നാടും നഗരിയും മണ്ണും വെണ്ണും മനുഷ്യനും മറ്റ് ജന്തുവർഗങ്ങളുമെല്ലാം ജലസമൃദ്ധിയിൽ സന്തോഷിച്ചുകൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ ജലത്തെക്കുറിച്ചും മനുഷ്യരാകുന്ന നമ്മൾ അതെങ്ങനെയൊക്കെ വിനിയോഗിക്കണം എന്നതിനെക്കുറിച്ചും ഏതൊക്കെ രീതിയിലാണ് ജലം നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നത് എന്നതിനെക്കുറിച്ചൊക്കെ ഏതാനും ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താനാണ് ഇന്ന് ആഗ്രഹിക്കുന്നത്. മനുഷ്യനാവട്ടെ മറ്റ് ജാലങ്ങളാവട്ടെ അവരുടെയൊക്കെ ജീവിതത്തിലെ അനിവാര്യമായ മൗലികമായ ഒരടിസ്ഥാന ഘടകമാണ് വെള്ളം അഥവാ ജലം. എല്ലാ നാഗരികതകളും രൂപപ്പെട്ടത് ജലത്തെ കേന്ദ്രീകരിച്ചാണ്. ലോകത്തെ ഒന്നാമത്തെ നാഗരികതയായി അറിയപ്പെടുന്ന ഈജിപ്തിലെ മെംഫിസ് കേന്ദ്രീകരിച്ചുണ്ടായ ആദിമ ജനസമൂഹം അത് നൈൽ നദിയെ ആശ്രയിച്ചായിരുന്നു രൂപപ്പെട്ടത്. ഈജിപ്തിനെ കുറിച്ച് തന്നെ പറയുന്നത് നൈലിൻ്റെ പുത്രി എന്നാണ്. നൈൽ നദി ഇല്ലെങ്കിൽ ഈജിപ്ത് ഇല്ലെന്നർത്ഥം. ഈജിപ്ത് ആദിമ സംസ്കാരങ്ങളുടെ എല്ലാം വളർത്തിടമാണ്, ജന്മദേശമാണ്. അവിടെയാണ് ഒന്നാമത്തെ നാഗരികത രൂപപ്പെട്ടത്. നൈൽ നദിയായിരുന്നു അതിൻ്റെ ഏറ്റവും അടിസ്ഥാന കാരണം. രണ്ടാമത്തെ ഏറ്റവും പഴയ നാഗരികതയായി അറിയപ്പെടുന്നത് മെസോപ്പൊട്ടേമിയൻ നാഗരികതയാണ്. ഇറാൻ ഇറാഖ് മേഖലകളിൽ അത് യൂഫ്രട്ടീസിൻ്റെയും ടൈഗ്രീസിൻ്റെയും സമീപത്തായിരുന്നു. ആ രണ്ട് ചരിത്രത്തെ ഏറെ സ്വാധീനിച്ച നദികളെയും ആശ്രയിച്ച് രൂപപ്പെട്ടതുമായിരുന്നു. മൂന്നാമത്തെ നാഗരികതയാണ് സിന്ധു നദീ തട സംസ്കാരം. നമ്മുടെ ഇന്ത്യയിൽ ഇന്ന് കൂടുതലായി പാകിസ്ഥാനിൻ്റെ ഭാഗത്ത് വിഭജനാനന്തരം പെട്ട ആ ഭൂപ്രദേശത്ത് അത് സിന്ധു നദിയെയും അതിൻ്റെ പോഷക നദിയാകുന്ന രാവി നദിയെയും ആശ്രയിച്ചാണ് രൂപപ്പെട്ടത്. പരിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച് വളർന്ന് ലോകത്തിന് മഹത്തായ ആദർശവും സംസ്കാരവും പഠിപ്പിച്ച റസൂൽ തങ്ങളുടെ ജീവിതത്തിന് വളർച്ചയ്ക്ക് ജന്മത്തിന് കാരണമായ അറേബ്യൻ നാഗരികത അത് രൂപപ്പെടുന്നത് സംസം എന്ന വിശുദ്ധമായ ജലധാരയുടെ സമീപത്താണ്. നമുക്കറിയാം, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പലസ്തീനിൽ നിന്ന് ദീർഘയാത്ര ചെയ്ത് തൻ്റെ പ്രിയപ്പെട്ട പുത്രൻ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെയും അവിടുത്തെ മാതാവാകുന്ന ഹാഗാർ എന്ന് ബൈബിൾ പരിചയപ്പെടുത്തുന്ന ഹജറ ബീവിയെയും മനുഷ്യരില്ലാത്ത ജല സാന്നിധ്യമില്ലാത്ത അറേബ്യൻ മൊട്ടക്കുന്നുകളിൽ, ബൈബിളിൻ്റെ ഭാഷയിൽ പാറാൻ മരുഭൂമിയിൽ ഉപേക്ഷിച്ചു പോകുന്നു. സത്യത്തിൽ അത് ചരിത്രത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചൊരു മഹാമനീഷിയുടെ ജന്മത്തിനു വേണ്ടിയുള്ള മുന്നൊരുക്കമായിരുന്നു. അതിനുവേണ്ടി ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പലപ്പോഴായി പുകഴ്ത്തി പറയുന്ന തൻ്റെ പൂർവ്വ പിതാവ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നടത്തിയ ഏറ്റവും വലിയൊരു ത്യാഗമായിരുന്നു ആ തൻ്റെ പുത്രനെയും ഭാര്യയെയും അറേബ്യൻ മരുഭൂമിയിൽ ഉപേക്ഷിച്ചു പോകുന്നത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഉമ്മ ചോദിക്കുന്നത് ഒരൊറ്റ കാര്യമാണ്: ഇത് താങ്കളുടെ അഭിഷ്ടപ്രകാരമാണോ അതോ ദൈവികമായ ആദർശപ്രകാരമോ? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉത്തരം പറയുന്നത് തിരിഞ്ഞു നോക്കാതെയാണ്.
മനുഷ്യനെന്ന രീതിയിൽ തൻ്റെ ഭാര്യയെയും പ്രിയപ്പെട്ട മോനെയും കൈക്കുഞ്ഞാകുന്ന ഇസ്മായിലിനെയും നിർജ്ജന ശൂന്യതയിൽ ഉപേക്ഷിച്ചു പോരുന്നതിന് ആ പിതാവിന് ശരിക്കും പ്രയാസമുണ്ടാവും. പക്ഷെ അള്ളാഹുവിൻ്റെ കൽപ്പനയാണ് മറ്റെന്തിനേക്കാളും പ്രാധാന്യമുള്ളത് എന്ന ഉറച്ച ബോധ്യവും വിശ്വാസവും ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ മുന്നോട്ട് നയിച്ചപ്പോൾ അവിടുന്ന് ഒരൊറ്റ ഉത്തരം നൽകി, അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം. ഈ മഹാത്യാഗം എന്തിനായിരുന്നു? ലോകത്തെ നിയന്ത്രിക്കാനും ലോകത്തെ പരിശുദ്ധ ദീൻ സമ്പൂർണമായി പഠിപ്പിക്കാനും നിയോഗിതരാകുന്ന മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉണ്മയ്ക്ക്, വരവിന്, ആഗമത്തിന് മുന്നോടിയായി ചിലത് സംഭവിക്കാനുണ്ട്. അവിടെ അറേബ്യൻ നാഗരികത രൂപപ്പെടേണ്ടതുണ്ട്. അങ്ങനെയാണ് കൈക്കുഞ്ഞാകുന്ന ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ കാലടികൾക്കിടയിൽ നിന്ന് സംസം ഉരവം പ്രാപിക്കുന്നത്. ഹജറ ബീവി അത് ഒരു ചെറിയ തടാകമായി കെട്ടി നിർത്തുന്നത്, ആ ജലധാരയുടെ സമൃദ്ധിയിലേക്ക് പക്ഷികൾ പാറി വരുന്നത്, ദൂരത്തൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ജർഹൂം ഗോത്രക്കാർ പക്ഷികളുടെ സാന്നിധ്യം വട്ടമിട്ട് പറക്കുന്ന പക്ഷികളെ കാണുമ്പോൾ അവിടെ ജലധാരയുണ്ടെന്ന് മനസ്സിലാക്കുന്നതും അങ്ങോട്ട് വഴിതിരിച്ച് വിടുന്നതും, ഹജർ ബീവി അലൈഹിസ്സലാമിനോട് റളിയല്ലാഹു അൻഹയോട് സമ്മതം ചോദിച്ച് അവിടെ അവർ താമസമുറപ്പിക്കുന്നതും അറേബ്യൻ നാഗരികത രൂപപ്പെടുന്നതും. പിന്നീട് കാലങ്ങൾക്ക് ശേഷമാണ് അവരുടെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിൻ്റെ നായകരായിട്ട് കടന്നു വരുന്നത്. എല്ലാ ജനതയും രൂപപ്പെട്ടത്, നാഗരികതയും രൂപപ്പെട്ടത് ജലത്തെ ആശ്രയിച്ചായിരുന്നുവെന്ന് ചുരുക്കം. അതുകൊണ്ട് മനുഷ്യജീവിതത്തിലെ ഏറ്റവും മൗലികമായ അനിവാര്യമായ ഒരു വസ്തുവാണ് ജലം. ജലത്തിന് കുറേ പ്രത്യേകതകളുണ്ട്, നമുക്കറിയാം. ഭൂമിയിൽ ഏത് വസ്തുവും ഒന്നെങ്കിൽ ഖരമായിരിക്കും, അല്ലെങ്കിൽ വാതകമോ ദ്രാവകമോ ആയിരിക്കും. ഈ മൂന്ന് രീതിയിലും രൂപം പ്രാപിക്കാൻ പറ്റുന്ന ഏക വസ്തുവാണ് ജലം. ജലത്തെ നമുക്ക് ദ്രാവകാവസ്ഥയിൽ ധാരാളം കാണാൻ പറ്റും. ഖരാവസ്ഥയിൽ വലിയ വലിയ ഹിമപാളികളായിട്ട് നമ്മുടെ ഭൂമിയിലും ഉപരിലോകത്ത് കോമറ്റുകൾ എന്ന പേരിലും ജലത്തെ കാണാൻ പറ്റും. പിന്നെ നീരാവിയുടെ അവസ്ഥയിൽ ജലമുണ്ട്. അത് ഘനീഭവിച്ച് കട്ടി പിടിക്കുമ്പോഴാണ് മഴയായിട്ട് താഴേക്ക് വർഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഭൂലോകത്തുള്ള 97% ജലവും മനുഷ്യന് നേരാവണ്ണം ഉപയോഗിക്കാൻ പറ്റാത്ത കടൽ ജലമാണ് എന്നതും ഒരു സത്യമാണ്. 97% ജലവും സമുദ്രത്തിലുള്ളതാണ്. അതിൽ ലവണാംശം കൂടുതലാണ്. നമുക്ക് നേരാവണ്ണം അത് ഉപയോഗിക്കാൻ പറ്റില്ല. പിന്നെയുള്ള ഒരു 3% ജലസാന്നിധ്യത്തിൽ 3/4 ഭാഗവും ഹിമകണങ്ങളായി വലിയ വലിയ പർവ്വതങ്ങളുടെയൊക്കെ മുകളിലാണ്. ആകെയുള്ളതിൻ്റെ 97% കടൽ ജലമാണ്. പിന്നെയുള്ള 3%ൻ്റെ 3/4 ഭാഗവും അത് ഹിമപാളികളായിട്ട് ദുർവപ്രദേശങ്ങളിലും മറ്റും കട്ട പിടിച്ച് കിടക്കുകയാണ്. പിന്നെയുള്ള വളരെ കുറഞ്ഞ ആ ഒരു ജലത്തിൻ്റെ സാന്നിധ്യമാണ് നമ്മുടെ കിണറുകളിലുള്ളത്, പുഴകളിലുള്ളത്, നമ്മൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. ഭൂഗർഭജലമായി ഭൂമിക്കടിയിൽ ശേഖരിക്കപ്പെടുന്നതും നമ്മൾ ബോർവെല്ല് വഴിയൊക്കെ കുത്തിയെടുത്ത് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നതും. പടച്ചറബിൻ്റെ ഏറ്റവും വലിയൊരു അനുഗ്രഹമായ ജലം കൃത്യമായ രീതിയിൽ അവതരിക്കുന്നില്ലെങ്കിൽ ഭൂമി മരുഭൂമിയായി പോകും. അള്ളാഹുവിൻ്റെ നിശ്ചയപ്രകാരം വേണ്ട ഇടങ്ങളിൽ അവൻ്റെ ഇറാദത്ത് പ്രകാരം, അവൻ്റെ താല്പര്യപ്രകാരം ജലധാരയുണ്ടാകുന്നു. നമുക്ക് ജലത്തിൻ്റെ തന്മാത്രകളെ കുറിച്ചൊക്കെ അറിയാൻ പറ്റും. 2 ഹൈഡ്രജനും 1 ഓക്സിജനും ചേർന്നാൽ ജലമാകുന്ന 1781 തന്നെ കൃത്രിമമായി ജലനിർമ്മാണം തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ മനുഷ്യൻ്റെ വമ്പിച്ച ആവശ്യങ്ങളെ പൂർത്തീകരിക്കാൻ പറ്റും വിധം ജലം നിർമ്മിക്കാൻ ഇന്നും സാധ്യമല്ല. മനുഷ്യൻ്റെ വമ്പിച്ച ആവശ്യങ്ങൾ, അവന് ഉപയോഗിക്കണം, കുടിക്കണം, അവന് കുളിക്കണം, മലക്കണം, അവൻ്റെ വസ്തുവകകൾ വൃത്തിയാക്കിക്കൊണ്ടിരിക്കണം. ഇങ്ങനെയുള്ള വിവിധങ്ങളായ ആവശ്യങ്ങളെ പൂർത്തീകരിക്കാൻ പറ്റും വിധം ജലം നിർമ്മിച്ചെടുക്കാൻ നമുക്ക് ഇപ്പോഴും സാധ്യമല്ല. ഇത്തിരി നിർമ്മിക്കണമെങ്കിൽ തന്നെയും വലിയ സംഖ്യ അതിന് ചെലവ് വരും. സുലഭമായി നമുക്ക് വെള്ളം ഉപയോഗിക്കണമെങ്കിൽ അത് മഴ വഴി ഭൂമിയിലേക്ക് എത്തിയിട്ട് വേണം. അതുകൊണ്ടാണ് മനുഷ്യന് ലഭ്യമാകുന്ന വലിയൊരു അനുഗ്രഹമായി വെള്ളത്തെ ഖുർആൻ എടുത്തു കാണിക്കുന്നത്. പരിശുദ്ധ ഇസ്ലാമിന്
ഏത് ഭൂമിയിലെ വസ്തുവിനെയും ഉപയോഗപ്പെടുത്തുന്നതിന് കൃത്യമായ ചില മാനദണ്ഡങ്ങളുണ്ട്. അത് മനുഷ്യർക്കുള്ള ശേഷിപ്പാണെന്ന് എന്നല്ല, ലോകത്തിന് മൊത്തമുള്ള ബാക്കിയിരിപ്പാണെന്ന് മതം വിശ്വാസികളെ പഠിപ്പിച്ചു കൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് അമിതമായി അത് ഉപയോഗിക്കാൻ പാടില്ല, നമുക്ക് അങ്ങോട്ട് കടന്നു വരണം. അത് ദുരുപയോഗം ചെയ്യാൻ പാടില്ല, അത് നശിപ്പിക്കുന്ന പ്രവൃത്തികൾ നമ്മിൽ നിന്നുണ്ടാകാനേ പാടില്ല. ഇതൊരു അമൂല്യ വസ്തുവാണ്, തലമുറകൾക്കായിട്ടത് ശേഖരിക്കപ്പെടേണ്ടതാണ്. പരിശുദ്ധ ഖുർആൻ ജലത്തെ മുന്നിൽ നിർത്തി അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തെ പല രീതിയിൽ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. സൂറത്തു വൽ മുൽക്കിൻ്റെ അവസാനത്തെ വചനത്തിൽ കുല്ലു വസ്ബഹ മാഉക്കും ഖൗറൻ ഫമയഅതീകും ബിമാഇൻ മഈൻ എന്ന് വളരെ ഭീഷണമായൊരു ചോദ്യം അള്ളാഹു നമ്മുടെ മുമ്പിൽ വെക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തെ ഓർമ്മപ്പെടുത്താൻ, അള്ളാഹുവിൻ്റെ ശക്തി വിശേഷങ്ങളെ പരിചയപ്പെടുത്താൻ, അതോടൊപ്പം ജലമായി അള്ളാഹു നൽകിയ വലിയ നിഅമത്തിനെ വേണ്ട വിധം ഉപയോഗപ്പെടുത്താനും അത് ദുരുപയോഗം ചെയ്യാതിരിക്കാനും വേണ്ടി അള്ളാഹു ചോദിക്കുന്നത് ലോ അസ്ബഹ മാഉക്കും ഖൗറ, നിങ്ങളുടെ വെള്ളമെങ്ങാനും വറ്റിപ്പോയാൽ, വറ്റിപ്പോയി, നിങ്ങളുടെ വെള്ളമെങ്ങാനും വറ്റിപ്പോയാൽ ഫമയഅതീകും ബിമാഇൻ മഈൻ, ശുദ്ധമായ വെള്ളം നിങ്ങൾക്ക് ആര് കൊണ്ടുവന്ന് തരും? സൂറത്തുൽ മുൽക്കിൻ്റെ അവസാനം അല്ലാഹു റബ്ബുൽ ആലമീൻ എന്ന് പറയൽ നമുക്ക് പ്രത്യേകം സുന്നത്തുണ്ട്. ഈ ചോദ്യത്തിന് ഉത്തരാണത്. നിങ്ങളുടെ ജലം പൂർണ്ണമായി വറ്റിപ്പോയാൽ ഫമയഅതീകും ബിമാഇൻ മഈൻ, ആര് നിങ്ങൾക്കത് കൊണ്ടുവന്ന് തരും? ആഫ്രിക്കയിലെ പല നാടുകളിലും 10 വർഷത്തിലേറെയായി ഒരു തുള്ളി വെള്ളം വീണിട്ട്. ശാസ്ത്രം എത്രയോ പുരോഗമിച്ചിട്ടുണ്ട്. നമ്മളൊക്കെ എല്ലാ അർത്ഥത്തിലും എല്ലാവിധ വിഭവങ്ങളും അനുഭവിക്കുന്നുണ്ട്. നമ്മുടെ സംവിധാനങ്ങൾ വളരെയേറെ വർദ്ധിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ആ നാടിനാവശ്യമായ വിധം ജലം വർഷിപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. കുല്ലു വസ്ബഹ മാഉക്കും ഖൗറൻ ഫമയഅതീകും ബിമാഇൻ മഈൻ. പ്രകൃതി വിഭവങ്ങളിലെ പല കാര്യങ്ങളും മുന്നിൽ വെച്ച് അള്ളാഹു ഇത്തരം ചില ചോദ്യങ്ങൾ നമ്മുടെ മുമ്പിൽ വെക്കുന്നുണ്ട്. മനുഷ്യർ ബുദ്ധിയുള്ളവരാണ്, അവരവരുടെ ജീവിതത്തെ കൃത്യമായി ക്രമീകരിക്കേണ്ടവരാണ്, ദൈവിക ദർശനത്തിനനുസരിച്ച് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോവേണ്ടവരുമാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ നിങ്ങളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വെളിച്ചം, വെട്ടം, പകൽ, സൂര്യൻ്റെ സാന്നിധ്യം, വെയിൽ, അത് അള്ളാഹു മുഴുവനായിട്ട് അങ്ങ് പിടിച്ചു വെച്ചാൽ ആര് നിങ്ങൾക്ക് വെളിച്ചം കൊണ്ടുവന്ന് തരുമെന്ന് ചോദിക്കുന്നുണ്ട്. നമുക്ക് അങ്ങനത്തെ ഒരു അവസ്ഥ വന്നാൽ അതിനനുസരിച്ച് ജീവിക്കാൻ പാകപ്പെടുക എന്നതല്ലാതെ, ചില രാജ്യങ്ങളിലൊക്കെ അങ്ങനെ ഉണ്ടല്ലോ, നോർവേയിലൊക്കെ അവിടെ 6 മാസത്തോളം പകലായിരിക്കുമെന്നാണ്, 6 മാസത്തോളം ഇരുട്ടും. അതനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കുക എന്നല്ലാതെ 24 മണിക്കൂറിനിടയിൽ പകലും രാത്രിയും മാറ്റി മാറ്റി കൊണ്ടുവരാൻ നമുക്ക് സാധ്യമല്ല. നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന രാത്രിയെ അള്ളാഹു പിടിച്ചു വെച്ച് രാത്രി തീരെ വരാതെ മുഴുവൻ പകലായി കഴിഞ്ഞാൽ ആര് നിങ്ങൾക്ക് രാത്രിയെ കൊണ്ടുവരുന്നു ഖുർആൻ ചോദിക്കുന്നുണ്ട്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ആവർത്തിച്ച് നമ്മുടെ ഹൃദയത്തോട്, നെഞ്ചോട് ചേർത്ത് നിർത്തേണ്ട ചില ചോദ്യങ്ങളാണിതൊക്കെ. അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ, നമ്മുടെ ആരോഗ്യം അള്ളാഹു പിൻവലിച്ചാൽ, നമ്മുടെ ദഹന വ്യവസ്ഥയെ അള്ളാഹു താറുമാറാക്കിയാൽ, നമ്മുടെ അന്നം താഴേക്ക് ഇറങ്ങാനുള്ള പ്രത്യേകമായ സംവിധാനത്തെ അള്ളാഹു വേണ്ടെന്ന് വെച്ചാൽ, നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണം ഇനി നൽകേണ്ടെന്ന് റബ്ബ് താല തീരുമാനിച്ചാൽ ഫമയഅതീകും, ആരിതൊക്കെ കൊണ്ടുവന്ന് തരും? അള്ളാഹു റബ്ബുൽ ആലമീൻ. റബ്ബുൽ ആലമീനായ റബ്ബല്ലാതെ, തമ്പുരാനല്ലാതെ, രക്ഷിതാവല്ലാതെ ആർക്കും അത് സാധ്യമല്ലെന്ന് വിനയത്തിൻ്റെ മൂർത്തരൂപത്തിൽ നിന്ന് നമുക്ക് പറയാൻ കഴിയണം. അതിനാണ് ഖുർആൻ ജലത്തെക്കുറിച്ച് നമ്മൾ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത്. പരിശുദ്ധ ഇസ്ലാമിൻ്റെ വക്താക്കൾക്ക് ജീവിക്കാൻ വേണ്ടിയുള്ള ഉപാധി മാത്രമല്ല ജലം. നേരെ മറിച്ച് അവന് നിസ്കരിക്കണമെന്നുണ്ടെങ്കിൽ വുളു എടുക്കണം. അവൻ്റെ നിർബന്ധ കർമ്മമാണ് നിസ്കാരം. ഏറ്റവും ചുരുങ്ങിയത് 5 പ്രാവശ്യം. ഈ 5 പ്രാവശ്യം നിസ്കരിക്കണമെങ്കിൽ വുളു എടുക്കണം. അതിന് അനിവാര്യമാണ് ജലം, വെള്ളം. അപ്രകാരം വലിയ ശുദ്ധി എന്ന് പറയുന്ന പ്രത്യേകമായ സംവിധാനം ഉണ്ടാകുമ്പോൾ കുളിച്ച് ശരീരത്തെ വൃത്തിയാക്കണമെങ്കിൽ വെള്ളം ആവശ്യമാണ്. മാലിന്യമെന്ന് മതം പഠിപ്പിക്കുന്ന രക്തം, മൂത്രം പോലെയുള്ളത് വസ്തുവിലോ നമ്മുടെ വസ്ത്രത്തിലോ നമ്മുടെ ശരീരത്തിലോ പറ്റിക്കഴിഞ്ഞാൽ അത് ശുദ്ധീകരിക്കാനും മനുഷ്യന് ജലം വേണം. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ജീവിക്കാനും ദാഹം മാറ്റാനും മാത്രമല്ല ജലം വേണ്ടത്, അവൻ്റെ ആരാധനകളും അവൻ്റെ മതത്തിൻ്റെ പാലനവും മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ജലം ആവശ്യമാണ്. അതുകൊണ്ട് മറ്റാരെക്കാളും ജലം സംരക്ഷിക്കേണ്ടവരും ജലത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും കൂടുതലായി ശ്രദ്ധ വെക്കേണ്ടവരുമാണ് വിശ്വാസികൾ.
അതുകൊണ്ടാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജലത്തെക്കുറിച്ചും ജലത്തിൻ്റെ ഉപയോഗത്തെക്കുറിച്ചും നമ്മളോട് കൃത്യമായി പറഞ്ഞുകൊണ്ടേയിരുന്നത്. ഖുറാനിൽ പലയിടങ്ങളിൽ നമുക്കത് കാണാൻ പറ്റും, ഹദീസുകളിൽ നമുക്ക് അത് കൃത്യമായി കാണാൻ പറ്റും. ഏതാനും ചില കാര്യങ്ങൾ മാത്രം സൂചിപ്പിച്ച് നമുക്ക് മറ്റു ചില ചർച്ചകളിലേക്ക് കടക്കാമെന്ന് തോന്നുന്നു. പരിശുദ്ധ ഖുറാനിൽ വെള്ളത്തിന് നൽകുന്ന വലിയ സ്ഥാനമാനങ്ങൾ കുറേയേറെ വിശദീകരിക്കുന്നുണ്ട്. സൂറത്തുൽ അംബിയാഇന്റെ 30-ാമത്തെ വാക്യത്തിൽ വജഅൽനാ മിനൽ മാഇ കുല്ല ഷൈഇൻ ഹയ്യ, വെള്ളത്തിൽ നിന്നാണ് എല്ലാ വസ്തുക്കളുടെയും ജീവൻ ഉൽപ്പാദിപ്പിക്കുന്നത് എന്ന് ഖുർആൻ പറയുന്നു. വജഅൽനാ മിനൽ മാഇ, വെള്ളത്തിൽ നിന്നാണ് നമ്മൾ ഉണ്ടാക്കിയത്, കുല്ല ഷൈഇൻ ഹയ്യ, എല്ലാ ജീവവർഗങ്ങളെയും. അത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കളിമണ്ണിൽ നിന്ന് സൃഷ്ടിക്കുന്നു. മണ്ണ് കളിമണ്ണായി രൂപപ്പെടാൻ പ്രധാനമായും ആവശ്യമുള്ളത് ജലമാണ്. മറ്റെല്ലാ ജീവിവർഗങ്ങളും ജനിക്കുന്നതും അപ്രകാരം തന്നെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതും ജലം കൊണ്ടാണ്, ജലത്തിൽ നിന്നാണ്. പരിശുദ്ധ ഇസ്ലാം പറയുന്നത് ഓരോ ജന്തുജാലങ്ങളെയും അவ்விധം തന്നെ അള്ളാഹു സൃഷ്ടിച്ചു എന്നാണ്. അല്ലാതെ ഏതോ ഒരു അമീബ ആദ്യകാലത്തുണ്ടായിരുന്നു, അത് വിവിധ പരിണാമങ്ങൾക്കൊടുവിൽ മനുഷ്യനായി മാറി, അതിനിടയ്ക്ക് പല 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 ജന്തുക്കൾ രൂപപ്പെട്ടു എന്നല്ല. ഈ പരിണാമവാദികളും പറയുന്നത് ആദ്യത്തെ ജീവസാന്നിധ്യം ജലത്തിലായിരുന്നു എന്നാണ്. ഇസ്ലാമിൻ്റെ ആദർശം ഞാൻ പറഞ്ഞു. പരിണാമത്തിൻ്റെ ഏതെങ്കിലും ചില ഭാഗങ്ങൾ മതത്തിനോട് യോജിച്ചു വരുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് മറ്റൊരു ചർച്ചയാണ്. ഇനി പരിണാമമാണ് ലോകത്ത് സംഭവിച്ചുകൊണ്ടിരുന്നത് എന്ന് പറഞ്ഞാൽ അത് മതത്തിന് വിരുദ്ധമാണോ എന്നത് വേറെ ഒരു ചർച്ചയാണ്. ഞാൻ അങ്ങോട്ട് കിടക്കുന്നില്ല. നമ്മുടെ ജലം എന്ന രീതിയിൽ നിന്ന് നമ്മുടെ ചർച്ച മാറിപ്പോകും. ഇസ്ലാം പറയുന്നത് അടിസ്ഥാനപരമായും മനുഷ്യനെ മനുഷ്യനായി പടച്ചു, മറ്റ് ജന്തുക്കളെ ആ ജന്തുക്കളായി തന്നെ സൃഷ്ടിച്ചു എന്നാണ്. അങ്ങനെ സംഭവിക്കുമ്പോഴും ഇനി പരിണാമവാദികൾ പറയുന്നത് പോലെ ഏതോ ഒരു ജന്തു എന്ന് വെച്ചാൽ ആദ്യത്തെ ജീവകണമാകുന്ന അമീബയാകുന്ന ഏകകോശ ജീവി രൂപപ്പെട്ട് അതിൽ നിന്ന് പരിണമിച്ച് എവല്യൂഷൻ നടന്ന് ലോകത്ത് വിവിധ ജന്തുവർഗങ്ങൾ മനുഷ്യനടക്കം രൂപപ്പെട്ടു എന്ന് പറഞ്ഞാലും ഈ അമീബയും രൂപപ്പെടുന്നത് ജലത്തിലാണെന്ന് അതിൻ്റെ ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. വജഅൽനാ കുല്ല ഷൈഇൻ മിനൽ മാഇ കുല്ല ഷൈഇൻ ഹയ്യ്, എല്ലാ സജീവ വസ്തുക്കളെയും നമ്മൾ പടച്ചത് വെള്ളത്തിൽ നിന്നാണ്. അത് ഇങ്ങനെ നിലനിന്ന് പോകുന്നതും വെള്ളത്തിൽ നിന്നാണ്. നമുക്കറിയാം, ജലമില്ലെങ്കിൽ സാധാരണഗതിയിൽ ജീവജാലങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. മനുഷ്യനടക്കം മറ്റു മൃഗങ്ങൾക്കടക്കം ജലമില്ലെങ്കിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല. അവയുടെ ജീവൻ നിലനിൽക്കുന്നതും വെള്ളം കൊണ്ടാകുന്നു എന്നർത്ഥം. ഈ ആയത്തിൽ തന്നെയാണ് അവലം മറല്ലദീന കഫറു അന്ന സമാവാതി വൽ കാനത്താ റത്തഖൻ ഫഫതഖ്നാഹു എന്ന് അല്ലാഹു പറയുന്നത്. അവലം മറല്ലദീന കഫറു, അവിശ്വാസികൾ ആലോചിക്കുന്നില്ലേ, അന്ന സമാവാതി വൽ ഈ മഹാപ്രപഞ്ചം കാനത്താ റത്തഖൻ ഒട്ടിപ്പിടിച്ചൊന്നായിരുന്നു, ഫഫതഖ്നാഹുമാ നാം ഉദ്ദേശിച്ചപ്പോൾ നാം അതിനെ ഭിന്നിപ്പിച്ചു, നാം അതിനെ പിളർത്തി, നാം അതിനെ വ്യത്യസ്ത ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും നക്ഷത്രങ്ങളുമാക്കി മാറ്റി എന്ന് ഖുർആൻ പറയണത്. ഇന്ന് പ്രപഞ്ചം രൂപപ്പെട്ടത് എങ്ങനെയെന്നതിനെ കുറിച്ച് ഏറ്റവും ആധികാരികമായ പൊതുവെ ശാസ്ത്രലോകം അംഗീകരിക്കുന്ന സിദ്ധാന്തം ബിഗ് ബാങ് തിയറിയാണ്. അത് ഞാൻ വിശദീകരിക്കല്ല. എന്താ ബിഗ് ബാങ് തിയറി എന്ന് പറഞ്ഞാൽ? ഈ മഹാപ്രപഞ്ചം ഒരൊറ്റ നെബുലയായിരുന്നു എന്നാണ് അത് പറയുന്നത്. എന്നിട്ട് അതിലൊരു വലിയ സ്ഫോടനം നടന്നു, മഹാവിസ്ഫോടനം നടന്നു, അത് വിവിധങ്ങളായ കണങ്ങളായി മാറി, അത് ഓരോന്നും ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും കോമറ്റുകളും വാൽനക്ഷത്രങ്ങളും നക്ഷത്രങ്ങളും ഒക്കെയായി രൂപപ്പെട്ടു എന്നാണ്. ഈ സൂക്തത്തിൽ തന്നെയാണ് റബ്ബ് തആല അതുകൂടെ പറയുന്നത്. അവലം മറല്ലദീന കഫറു, അവിശ്വാസികളാകുന്ന ജനം ആലോചിക്കുന്നില്ലേ, അവർ കാണുന്നില്ലേ, അവർ മനസ്സിലാക്കുന്നില്ലേ? അന്ന സമാവാതി വൽ അർള കാനത്താ റത്തഖൻ, ഈ മഹാപ്രപഞ്ചം ഒരൊറ്റ വസ്തുവായി ആയിരുന്നുവെന്ന് ഫഫതഖ്നാഹുമാ, അതിനെ നമ്മൾ പിന്നീട് ഛേദിക്കുന്നു, ഭിന്നിക്കുന്നു, നാം അതിനെ വിവിധ ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും വസ്തുക്കളുമാക്കി മാറ്റുന്നു. ഇതവരാലോചിക്കുന്നില്ലേ? അത് കഴിഞ്ഞാണ് അള്ളാഹു പറയുന്നത് വജഅൽനാ മിനൽ മാഇ കുല്ല ഷൈഇൻ ഹയ്യ്, എല്ലാ വസ്തുക്കളെയും നമ്മൾ പടക്കുന്നത് ജലത്തിൽ നിന്നാകുന്നു. അഫലാ യുഅ്മിനൂൻ, എന്തുകൊണ്ട് നിങ്ങൾക്ക് വിശ്വസിക്കാനാകുന്നില്ല? ഖുർആനിൽ ജലമടക്കമുള്ള പ്രധാനപ്പെട്ട നിഅമത്തുകളെയൊക്കെ എണ്ണിപ്പറയുന്നത് വിശ്വാസത്തെ രൂഢമൂലമാക്കാനാണ്.
പടച്ച റബ്ബിൻ്റെ സാന്നിധ്യത്തെ നമുക്ക് പിന്നെയും പിന്നെയും ബോധ്യപ്പെടുത്തി തരാനാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, H2O എന്ന് പറയുന്ന 2 ഹൈഡ്രജനും 1 ഓക്സിജനും രൂപപ്പെട്ടാൽ ജലത്തിൻ്റെ തന്മാത്രയും ഉണ്ടാകുമെന്ന് നമുക്കറിയാം. അങ്ങനെ ജലത്തെ സൃഷ്ടിക്കാനുള്ള ശ്രമവും അതിൽ ഏകദേശം വിജയിച്ചതും അടുത്ത കാലത്തൊന്നുമല്ല, 1780 കാലത്താണ്. അന്ന് ഇതിൻ്റെ അടിസ്ഥാനപരമായ ആശയം നമ്മൾ കണ്ടെത്തിയിട്ടും ഇതുവരെയും മനുഷ്യൻ്റെ വമ്പിച്ച ആവശ്യങ്ങൾക്ക് ഉപയുക്തമാകും വിധം ജലത്തെ നിർമ്മിച്ചെടുക്കാനുള്ള സംവിധാനം നമ്മുടെ മുമ്പിലില്ല. അപ്പോൾ അള്ളാഹുവിൻ്റെ നിഅമത്തുകളെ കുറിച്ച് നമ്മളെ നിരന്തരം ബോധ്യപ്പെടുത്താൻ ആകാശത്തെയും ഭൂമിയെയും നക്ഷത്രങ്ങളെയും ജലത്തെയും ജലം വർഷിച്ചുകൊണ്ട് ഭൂമിയിലുണ്ടാകുന്ന വിഭവങ്ങളെക്കുറിച്ചും ഖുർആൻ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു. ഞാൻ ആയത്തുകൾ ഉദ്ധരിക്കുന്നില്ല. ഖുർആനിൽ ഏകദേശം കുറേ ഇടങ്ങളിൽ ഈ ജലത്തെക്കുറിച്ച് തന്നെ പറയുന്നുണ്ട്. ആ ജലം നമ്മൾ ആകാശത്തിൽ നിന്നിറക്കി. ആകാശം എന്ന് പറഞ്ഞാൽ ഖുർആന്റെ ഒരു പ്രയോഗമാണ്, ഉപരിലോകം എന്നാണ് ഇതിൻ്റെ ഒരർത്ഥം. ആകാശം എന്ന് പറഞ്ഞാൽ സ്ഥൂലവസ്തുവാകുന്ന ആകാശം ഖുർആന്റെ പ്രയോഗത്തിന്റെ അർത്ഥം തന്നെയാണ്. പ്രത്യേകിച്ചും ഖിയാമത്ത് നാളിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ ആ സ്ഥൂലവസ്തുവാകുന്ന ഒരു വലിയ സംഗതിയാണ് ഇസ്ലാമിൻ്റെ വീക്ഷണത്തിൽ ആകാശം. ഉപരിലോകത്തുണ്ടാകുന്ന കുറേ മേഘങ്ങളും അങ്ങനെ നമുക്ക് തോന്നുന്നതായ ഒരു സാങ്കല്പികമായ സംഗതിയല്ല ആകാശം. നേരെ മറിച്ച് നല്ല സ്ഥൂലവസ്തുവായ ഒരു കോൺക്രീറ്റായ മാറ്റർ, നല്ലൊരു മാസ്, നല്ലൊരു പിണ്ഡമാണ് ഈ ആകാശം. അതുകൊണ്ടാണ് ഖുർആൻ ഖിയാമത്ത് നാളിൻ്റെ അനുബന്ധമായി ആകാശം പൊട്ടിപ്പിളരുന്നത് പറയുന്നത്, ആകാശം കത്തി ഉരുകുന്നത് പറയുന്നത്, റോസാപ്പൂ പോലെ ചുമന്നു പോകുമെന്ന് പറയണത്, എണ്ണ പോലെ ഒഴുകുമെന്ന് പറയുന്നത്. ആകാശം എണ്ണ പോലെ ഒഴുകും, ഉരുകിയ ചെമ്പ് പോലെ ദിറ്റിറ്റ് വീഴും. അപ്പൊ ഖുർആന്റെ വീക്ഷണത്തിൽ ആകാശം എന്ന് പറഞ്ഞാൽ ഒരു സ്ഥൂല വസ്തു തന്നെയാണ്, കേവലം സങ്കല്പമല്ല. എന്നാൽ ഉപരിലോകം എന്നർത്ഥത്തിനും മേൽഭാഗം എന്നർത്ഥത്തിനും സമ എന്ന പ്രയോഗം ഖുർആനിലുണ്ട്, മറ്റ് അറബി സാഹിത്യങ്ങളിലുമുണ്ട്. സമ എന്ന് പറഞ്ഞാൽ തന്നെ ഉയർത്തി എന്നാണ് അർത്ഥം. ഇന്നല്ലദീ സമക്കസ്സമാ ബനാലന എന്നൊക്കെയുള്ള കവിതകളൊക്കെ അറബി സാഹിത്യം പഠിക്കുമ്പോൾ നമ്മുടെ വിദ്യാർത്ഥികൾ പഠിക്കാറുണ്ട്. അപ്പോൾ ഉപരിലോകത്തിൽ നിന്ന് അള്ളാഹു വെള്ളമിറക്കി. അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? ഖുർആൻ തന്നെ പറയുന്നുണ്ട്, മേഘങ്ങളെ കാറ്റു മുഖേന അള്ളാഹു നയിക്കുന്നു. അങ്ങനെ മേഘങ്ങൾ വിവിധ ഇടങ്ങളിൽ നിന്ന് കൂടിച്ചേർന്ന് അത് ഘനീഭവിക്കുന്നു, എന്ന് വെച്ചാൽ കനം കൂടുന്നു. മേഘങ്ങൾ പലയിടങ്ങളിലുള്ള മേഘങ്ങളെ അള്ളാഹു തെളിച്ചു കൊണ്ടുപോകുന്നു. അങ്ങനെ തെളിച്ച് ഈ മേഘങ്ങളെല്ലാം ഒരു സ്ഥലത്ത് കേന്ദ്രീകരിക്കുമ്പോൾ അതിന് ഘനം കൂടുന്നു. അങ്ങനെ ആകാശത്ത് അല്ലെങ്കിൽ അന്തരീക്ഷത്ത് ഉപരിലോകത്ത് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത വിധം അതിന് കനം കൂടുമ്പോൾ ആ മേഘം വെള്ളമായി താഴെ കുതിർന്ന് വീഴുന്നു. ഇതാണ് മഴ. അപ്പോ എങ്ങനെ ഭൂമിയിൽ മഴ രൂപപ്പെടുന്നത്? പൊതുവെ വെള്ളം ബാഷ്പീകരിച്ച്, കടലിലും മറ്റുമുള്ള വെള്ളം ബാഷ്പീകരിച്ച് അന്തരീക്ഷത്തേക്ക് ഉയർന്ന് അത് നീരാവിയായി അവിടെ ഇങ്ങനെ നിന്ന് അവസാനം നേരത്തെ പറഞ്ഞതുപോലെ അത് കുറേ ഇടങ്ങളിൽ നിന്ന് സെറ്റാവുമ്പോൾ ഘനം കൂടി ഘനീഭവിച്ച് അത് താഴേക്ക് ഇറ്റി വീഴുന്നു. ഇതാണ് മഴ. പക്ഷേ ഉപരിലോകത്തേക്ക് പൊന്തിപ്പോകുന്ന ബാഷ്പീകരിക്കപ്പെട്ട നീരാവിയുടെയും മഴക്കാലത്ത് താഴേക്ക് ഇറങ്ങി വരുന്ന മഴയുടെയും കണക്കെടുക്കാൻ ഏകദേശം പറ്റുമോ? അപ്പോൾ ഈ പൊന്തിപ്പോകുന്ന നീരാവിയേക്കാളും വെള്ളം ഓരോ വർഷത്തിലും താഴേക്ക് വരുന്നുണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ മറ്റു ചിലതും ഇതിൽ കൂടുന്നുണ്ട്. അതാണ് അന്തരീക്ഷത്തിൽ കെട്ടിക്കിടക്കുന്ന വലിയ ഐസ് പാളികൾ. അതും ജലമായി മഴയായി രൂപപ്പെട്ട് താഴേക്ക് വരുന്നു. ഇങ്ങനെയാണ് ജലത്തിൻ്റെ താഴേക്കുള്ള വരവ് അല്ലെങ്കിൽ മഴയുടെ വർഷിക്കൽ എന്ന് ശാസ്ത്രലോകം പറയുന്നു. പരിശുദ്ധ ഖുർആനിൽ ഇതിന് വിരുദ്ധമായൊരു പരാമർശമില്ല. എന്ന് വെച്ചാൽ അല്ലാഹു മേഘങ്ങളെ കാറ്റുവഴി സംഘടിപ്പിക്കുന്നുവെന്ന് ഖുർആൻ പറയുന്നു. പിന്നെ നമ്മളൊക്കെ പണ്ട് പഠിച്ചതുപോലെ മഹാനായ മിക്കായിൽ അലൈഹിസ്സലാത്തു വസ്സലാമാണ് മഴയെ വർഷിപ്പിക്കുന്നത് എന്നത് ഇതിന് വിരുദ്ധമല്ലേ എന്നൊക്കെ ചിലപ്പോൾ ചോദിച്ചു പോകും. ഒരിക്കലും വിരുദ്ധമല്ല. ഈ പ്രക്രിയകളൊക്കെ നടക്കാൻ ഒരാൾ വേണം, അതിന് നേതൃത്വം കൊടുക്കാൻ ഒരാൾ വേണം, മലാക്കമാരെ ഉപയോഗപ്പെടുത്തിയിട്ട് ഇതൊക്കെ സംവിധാനിക്കാൻ ആൾ വേണം. അതിൻ്റെ ചുമതലയാണ് മഹാനായ മിക്കായിൽ അലൈഹിസ്സലാത്തു വസ്സലാം നിർവഹിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ ഹൈഡ്രജൻ, ഓക്സിജൻ ഒക്കെ സുലഭമാണ് ഭൂമിയിൽ. അതൊരുമിച്ച് കൂടിയിട്ട് വെള്ളം ഉണ്ടാകുന്നത് നമ്മൾ ഇതുവരെ കാണുന്നില്ല.
അല്ലെങ്കിൽ എവിടെന്നെങ്കിലും ഹൈഡ്രജൻ കുറച്ച് ഏറെ സംഘടിപ്പിച്ച് അത് ഓക്സിജനുമായി കൂട്ടിച്ചേർത്ത് സുലഭമായ രീതിയിൽ വെള്ളം നിർമ്മിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. പിന്നെ ഇതിൻ്റെ ഒക്കെ പിന്നിൽ ചില പ്രവർത്തനങ്ങളുണ്ട്. പടച്ച റബ്ബ് വിശദീകരിച്ച് തന്നതും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതുമായ അതിൻ്റെ ചില കാരണങ്ങളാണ് മീകായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ പോലെയുള്ളവർ. അതും മീകായിൽ അലൈഹി സ്വലാത്തു വസ്സലാം സ്വന്തമല്ല, ഒറ്റയ്ക്കല്ല. പിന്നെ അദ്ദേഹത്തിന് കീഴിൽ കുറേ മലാക്കമാർ ഇത് സംബന്ധമായ ഭൂമിയുടെ കാര്യങ്ങളൊക്കെ നിർവഹിക്കാനും പ്രകൃതിപരമായ കാര്യങ്ങളെയൊക്കെ വൃത്തിയായി സംവിധാനിക്കാനും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പം അത് വെച്ച് നമ്മുടെ പിള്ളേരുടെയൊക്കെ ഈമാനൊക്കെ കളയുന്ന ചില പ്രവണതകളൊക്കെ പല ഇടങ്ങളിലും കാണാൻ പറ്റും. അതൊന്നും ഇത് തമ്മിൽ ഒരു വിരുദ്ധമല്ലെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ അള്ളാഹുവിനെ കുറിച്ച് പഠിക്കാനും അള്ളാഹുവിൻ്റെ നിഅമത്തുകളെ നമുക്ക് പരിശീലിപ്പിക്കാനും മനസ്സിലാക്കി തരാനുമാണ് ഖുർആൻ പലപ്പോഴും വെള്ളത്തിൻ്റെ സാന്നിധ്യത്തെയും വെള്ളത്തിൻ്റെ ഉപകാരത്തെയും നമുക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഖുർആനിലെ ഏറ്റവും പ്രധാനപ്പെട്ട വെള്ളവുമായി ബന്ധപ്പെട്ട ഒരു പ്രയോഗമാണ് നമ്മൾ ഈ ചർച്ച ചെയ്തത്. സൂറത്തുൽ അംബിയാഇന്റെ 30-ാമത്തെ വചനം. അതേ പ്രകാരം തന്നെ അഫറഅയ്തുമുൽ മാഅ അല്ലദീ തശ്റബൂൻ അൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ. സൂറത്തുൽ വാഖിഅയുടെ 68-69-ാമത്തെ വാക്യം ഇങ്ങനെയാണ്. ഇതും ആ നിയമത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ കൊണ്ടുപോവാണ്. നിങ്ങൾ എന്തുകൊണ്ട് ആ ഉപരിലോകത്തിൽ നിന്ന് അവതരിക്കുന്ന വെള്ളത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല? അഫറഅയ്തുമുൽ മാഅ അല്ലദീ തശ്റബൂൻ. മനുഷ്യനെ ഏറ്റവും മൗലികമായിട്ട് പെട്ടെന്ന് ബോധ്യപ്പെടുന്ന വെള്ളത്തിൻ്റെ ഉപയോഗം കുടിക്കുക എന്നുള്ളതാണ്. ദാഹിച്ചു വരണ്ടാൽ വല്ലാതെയൊന്നും നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. അപ്പം മനുഷ്യനെ ഏറ്റവും ബന്ധപ്പെടുന്ന പെട്ടെന്ന് മനസ്സിലാകുന്ന വെള്ളത്തിൻ്റെ ഒരു ഉപകാരം മുന്നിൽ വെച്ച് അള്ളാഹു ചോദിക്കുകയാണ്, നിങ്ങൾ കുടിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തെക്കുറിച്ചൊന്ന് ആലോചിച്ചു നോക്കിക്കേ. അൻതും അൻസൽതുമൂഹു മിനൽ മുസ്ൻ. മേഘങ്ങളിൽ നിന്ന് നിങ്ങളാണോ അവയെ അവതരിപ്പിച്ചത്? അം നഹ്നുൽ മുൻസിലൂൻ. അതോ നാം ആണോ അതിനെ അവതരിപ്പിച്ചത്? വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യം. മേഘങ്ങൾ ഇങ്ങനെ കാണും, ഇപ്പോൾ മഴ പെയ്യുമെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ ആ മേഘങ്ങൾ വഴിമാറിപ്പോകും. അങ്ങനത്തെ എത്ര അനുഭവം ഉണ്ട് നമുക്ക്. നമ്മൾ വിചാരിച്ചിട്ട് നമ്മുടെ ഏതെങ്കിലും ഒരു ചെറിയ സംഗതികളും ഉപകരണങ്ങളും ഒക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് വെള്ളത്തെ നമുക്ക് വേണ്ട വിധം വർഷിപ്പിക്കാൻ നമുക്ക് ഇപ്പോഴും സാധ്യമല്ല. മേഘങ്ങളെല്ലാം അന്തരീക്ഷത്തിലേക്ക് പ്രത്യേകമായ സംവിധാനം ഉപയോഗിച്ച് കയറിപ്പോയി മേഘങ്ങളെ സംവിധാനിച്ച് അതിനെ സംഘടിപ്പിച്ച് പിന്നീട് ചില പ്രത്യേക രാസവസ്തുക്കൾ അതിൽ വിതരണം ചെയ്ത് വെള്ളം മഴ പെയ്യിപ്പിക്കാനുള്ള സംവിധാനം നമുക്കുണ്ട്. അത് തിയറിയിൽ ഒതുങ്ങലാണ്. പലപ്പോഴും തിയറിയിൽ ഒതുങ്ങലാണ്. അല്ലെങ്കിൽ വമ്പിച്ച സാമ്പത്തിക ഭദ്രതയുള്ള രാജ്യങ്ങൾക്ക് അവർക്ക് ആവശ്യമുള്ള വിധം വെള്ളത്തെ മഴയെ വർഷിപ്പിച്ചുകൊണ്ടിരിക്കാൻ സാധിക്കണം. ഇല്ല, വേനലിൽ വരളാനാണ് അവരുടെ വിധി. വലിയ കാട്ടുതീയൊക്കെ പിടിച്ചു പല രാജ്യങ്ങളിൽ, അമേരിക്കയിലും ഇസ്രായേലിലുമൊക്കെ. ശാസ്ത്രരംഗത്ത് ഏറ്റവും ഔന്നത്യമുള്ളവരാണവർ. ഭൂമിയിൽ നിന്നുള്ള വെള്ളം ഹെലികോപ്റ്ററിലും മറ്റും കൊണ്ടുപോയിട്ട് ഈ തീയിൻ്റെ മുകളിൽ വർഷിക്കുക എന്നതല്ലാതെ വിവിധങ്ങളായ ഇടങ്ങളിൽ നിന്ന് മേഘത്തെ സംവിധാനിച്ച് സംഘടിപ്പിച്ച് അതിൽ പ്രത്യേകമായ രാസവസ്തുക്കൾ വിതരണം ചെയ്ത് അല്ലെങ്കിൽ വിതറിയിട്ട് അത് മഴയായിട്ട് വർഷിപ്പിക്കാനുള്ള പ്രായോഗികമായ സംവിധാനം ഇന്നും നിലവിലില്ല. അതുകൊണ്ടാണ് തീ ആളിപ്പിടിക്കുമ്പോൾ തീയിനോട് സഹകരിച്ച് മുന്നോട്ട് പോണത്. അതുകൊണ്ടാണ് പടച്ച റബ്ബ് ചോദിക്കുന്നത്, മേഘങ്ങളിൽ നിന്ന് വെള്ളത്തെ, ജലത്തെ, മഴയെ നിങ്ങൾക്ക് ആവശ്യമുള്ള വിധം വർഷിപ്പിക്കുന്നത് നിങ്ങളാണോ അത് നാം ആണോ? ഒറ്റ ഉത്തരേ ഉള്ളൂ, പടച്ച റബ്ബാണെന്ന്. അങ്ങനെ വരുമ്പോൾ വെള്ളത്തിൻ്റെ മൂല്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഉമനരാവുന്ന ബിനുസമാക്ക് റളിയല്ലാഹു അൻഹു, ഹാറൂൻ റഷീദ് എന്ന് പറയുന്ന പൂർവികനാകുന്ന അബ്ബാസിയ ഖിലാഫത്തിലെ ശ്രേഷ്ഠനായ ഭരണാധികാരിയുടെ സഹസ്ഥലെത്തുന്ന ഒരു സന്ദർഭം ചരിത്രത്തിൽ കാണാം. ആ സമയത്ത് ഖലീഫയ്ക്ക് ദാഹിക്കുന്നു. അദ്ദേഹം വെള്ളം കൊണ്ടുവരാൻ പറയുന്നു. അദ്ദേഹത്തിൻ്റെ മുന്നിലേക്ക് ഒരു ഗ്ലാസ്സിൽ വെള്ളവുമായി പരിചാരകനെത്തുന്നു. അത് കയ്യിലെടുത്തിട്ട് ഹാറൂൻ റഷീദ് കുടിക്കാൻ വേണ്ടി ഇങ്ങനെ വിചാരിച്ച് അതിങ്ങനെ വായയിലേക്ക് പൊക്കിക്കൊണ്ടിരിക്കുമ്പോൾ മഹാപണ്ഡിതനാവുന്ന ബിനുസമ്മാക്ക് ചോദിക്കുന്നു, അമീറുൽ മുഅ്മിനീൻ ലൗ മുനിഅത് ഹാദിഹി ശർബ ബിക്കും ലൗ മുനിഅത് ഹാദിഹി ശർബ ബികം കുൻത തശ്തരിഹാ. താങ്കൾക്ക് വെള്ളം തടയപ്പെടുകയാണെങ്കിൽ, ഇപ്പൊ കുടിക്കാൻ വേണ്ടി ആഗ്രഹിച്ച് വായയിലേക്ക് പൊക്കുന്ന വെള്ളം ഉണ്ടല്ലോ, അത് താങ്കൾക്ക് തടയപ്പെടുകയാണെങ്കിൽ, ഒരു നിലക്കും ലഭ്യമല്ലാതെ വന്നാൽ നിങ്ങൾ ഈ വെള്ളത്തിന് വേണ്ടി എത്ര രൂപ ചെലവഴിക്കുന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഒരു ദാർശനികമായ ചോദ്യമാണ്. നമ്മൾ കുടിക്കാൻ പോകുന്ന വെള്ളം തടയപ്പെട്ടു, എവിടുന്നും വെള്ളം കിട്ടാനില്ല.
ഒരു 4-5 ദിവസമൊക്കെ ജയിലിലിട്ട് നോക്കണം. എന്നിട്ട് ഒരാൾ ഒരു കുപ്പി വെള്ളമായിട്ട് വരികയാണ്. എന്നിട്ട് അദ്ദേഹത്തോട് ചോദിക്കുന്നു, ഈ വെള്ളം നിനക്ക് തരാം, വല്ലാതെ ദാഹിച്ച് പരവശനാണല്ലോ, വെള്ളം നിനക്ക് തരാം, നീ എത്ര രൂപ തരും എന്ന് ചോദിക്കുമ്പോൾ ആ ഒരു വിധത്തിലേക്ക് കാര്യങ്ങൾ എത്തിയാൽ താങ്കൾ ഈ ഗ്ലാസ് വെള്ളത്തിന് എത്ര നൽകുന്നു ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് അദ്ദേഹം പറയുന്നത്, ബിനിസ്ഫി മുൽക്കി, എൻ്റെ ഈ ഭരണ കേന്ദ്രം ഉണ്ടല്ലോ, ഞാൻ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഈ മഹാരാജ്യം ഉണ്ടല്ലോ, ഇതിൻ്റെ പകുതി വരെ ഞാൻ നൽകാൻ തയ്യാറാകും. അദ്ദേഹം പറഞ്ഞു കുടിക്കി. അങ്ങനെ അദ്ദേഹം കുടിച്ചതിന് ശേഷം ഇബ്നു സമ്മാക്ക് മറ്റൊരു ചോദ്യം ചോദിക്കുന്നു, അസ്അലുക ബില്ലാഹി ലൗ മുനിഅത് ഖുറൂജഹാ മിൻ ബദനിക ബിമാദാ കുൻത തശ്തരി ഖുറൂജഹാ. അല്ലാഹുവിനെ മുൻനിർത്തി ഞാൻ ചോദിക്കട്ടെ, താങ്കൾ ഈ കുടിച്ച വെള്ളം അവിടെ തന്നെ സെറ്റായി നിന്നു, പുറത്തേക്ക് പോരുന്നില്ല. താങ്കളുടെ ശരീരത്തിന് ആവശ്യമായ ഘടകങ്ങൾ ഊറ്റിയെടുത്തിട്ട് ഈ വെള്ളം പുറത്തേക്ക് പോരണം. ആ ഒരു സംവിധാനം ഇല്ലാതെ വന്നാൽ എത്ര രൂപ ചെലവഴിക്കും ഈ വെള്ളം ഒന്ന് പുറത്തേക്ക് പോരാൻ? ആർ റഷീദ് പറയുന്നു, എൻ്റെ ഈ രാജ്യം മൊത്തം ഞാൻ ചെലവഴിക്കേണ്ടി വരും. ഈ രാജ്യം മൊത്തം ഞാൻ ചെലവഴിക്കും. നമുക്കറിയാം, നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്ന, പ്രത്യേകിച്ച് നമ്മുടെ വയറിലേക്ക് നമ്മൾ കുടിക്കുന്ന പാനീയങ്ങളെല്ലാം കിഡ്നികളെന്ന് പറയുന്ന പ്രത്യേകമായ സംവിധാനങ്ങളിലൂടെ ശുദ്ധീകരിച്ചു കൊണ്ടേയിരിക്കുന്നു. ഓരോ കിഡ്നിയിലും 10,000-കണക്കിന് നെഫ്രോണുകൾ എന്ന് പറയുന്ന കുഞ്ഞു കുഞ്ഞു അരിപ്പകൾ സ്ഥിതി ചെയ്യുന്നു. ഈ അരിപ്പകളിലൂടെ വെള്ളം ഇങ്ങനെ പോകുമ്പോൾ ആവശ്യമായത് സ്വീകരിക്കപ്പെടുകയും അനാവശ്യമായത് നമ്മുടെ യൂറിൻ ബ്ലാഡറിലേക്ക് എത്തുകയും അത് മൂത്രം വഴി പുറത്തേക്ക് പോരുകയും ചെയ്യുന്നു. നമ്മളൊരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നു, അതൊരു ഐസിൻ്റെ പരുവത്തിലോ മറ്റോ നമ്മുടെ ഉള്ളിൽ തന്നെ സെറ്റായി കിടക്കുന്നു, ഒരു നിലക്കും പുറത്തേക്ക് പോരുന്നില്ല. നമ്മൾ കഴിച്ച ഭക്ഷണ പദാർത്ഥങ്ങൾ മൊത്തം വയറിൽ അങ്ങനെ സംഘടിച്ചു നിൽക്കുന്നു. എങ്കിൽ എത്ര രൂപ ചെലവഴിക്കുന്നതാണ് ചോദ്യം. അദ്ദേഹം പറഞ്ഞു, എൻ്റെ ഈ അധികാരത്തിലുള്ള പ്രദേശം മൊത്തം നൽകിയാണെങ്കിൽ പോലും ഞാൻ അത് പുറത്ത് കൊണ്ടുവരാനുള്ള ശ്രമം നടത്തും. ഇതാണ് മനുഷ്യൻ്റെ ദൗർബല്യം. എത്രമേൽ അഹങ്കരിച്ചാലും ഇത്തരം ചില പരിമിതികളിൽ മനുഷ്യൻ ബന്ധിതനാണ്. അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. ഭക്ഷണം സുലഭമായി കഴിക്കാൻ പറ്റും. നമ്മൾ പണ്ടൊക്കെ പഠിച്ച ഉപാപചയ വ്യവസ്ഥകളെ കുറിച്ച് നമുക്കറിയാം. ഇന്നത്തെ കാലത്തൊക്കെ ഭക്ഷണത്തിനോട് യാതൊരുവിധ മര്യാദയില്ലാതെ, വേണ്ട വിചാരമില്ലാതെ കഴിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. എപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ആരോഗ്യശീലം പറയുന്ന സമയത്ത് അനാരോഗ്യം വരുന്നത് എങ്ങനെയാണ് മനുഷ്യൻ്റെ ശരീരം ദ്രവിക്കുന്നത്, രോഗങ്ങൾ പിടികൂടിക്കൊണ്ടിരിക്കുന്നത് എന്നതിൻ്റെ കാരണം പറയുമ്പോൾ ഏറ്റവും പ്രധാനമായി പറയുന്ന ഒന്ന് താമി അല താമി എന്നാണ്. ഒരു ഭക്ഷണം ദഹന പ്രക്രിയ പൂർത്തിയാക്കി അത് കൃത്യമായ രീതിയിൽ വയറിൽ നിന്ന് ദഹനമൊക്കെ നടന്ന് വിസർജ്യമായി മാറി നമ്മുടെ വയറ് കാലിയാകുന്നതിൻ്റെ മുമ്പ് പിന്നെയും ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ ആതിഥ്യ മര്യാദ ഒക്കെ പറയുമ്പോൾ നിർബന്ധിച്ചുകൊണ്ടിരിക്കാൻ പറ്റൂല എന്ന് ഇസ്ലാം പറയണത്. കഴിച്ചെണീക്കാൻ വിചാരിക്കുന്ന ഒരാൾക്ക് പകുതി കൂടെ പിന്നെ ഒരു പ്ലേറ്റിൽ നിന്ന് ഒന്നിച്ച് തട്ടിക്കൊടുക്കാൻ പറ്റൂല. അത് സ്നേഹമല്ല, ദ്രോഹാണ്. വെള്ളത്തിൻ്റെ കാര്യം അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണ് ആർ റഷീദ് പറയുന്നത്, ഈ അകത്ത് കയറിയ സാധനം പുറത്തേക്ക് വരണില്ലേൽ എൻ്റെ അധികാരം മൊത്തം ഞാൻ ചെലവഴിച്ചാൽ പോലും ഞാൻ അതിന് ശ്രമിക്കുമെന്ന്. അപ്പോൾ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ നിയമത്തിന് നമുക്ക് ഓർമ്മ വേണം. പടച്ചോനെ, ഈ കയറുന്ന വെള്ളം എനിക്ക് ഉപകാരപ്പെടണം എന്നുള്ള ചിന്ത വേണം. അതുകൊണ്ടാണ് വിസ്മി ചൊല്ലിക്കൊണ്ട് കുടിക്കേണ്ടത്. പടച്ച റബ്ബേ, കാരുണ്യവാനാണ് നീ, കരുണാവാരിധിയാണ് നീ. ഈ വെള്ളം ഇവിടെ എത്തിയിട്ട് താഴേക്ക് പോകാതിരുന്നാൽ നമ്മൾ ബുദ്ധിമുട്ടും. അന്നനാളത്തിലേക്ക് കയറേണ്ട വെള്ളം ശ്വാസനാളത്തിലേക്ക് പോയാൽ ചിലപ്പോൾ മരണം വരെ സംഭവിക്കും. ഇനി അകത്തെത്തിയ വെള്ളം നമ്മുടെ ശരീരത്തിന് ആവശ്യമായ രീതിയിൽ രൂപപ്പെട്ടില്ലെങ്കിൽ അതുകൊണ്ടും വലിയ ഉപദ്രവമുണ്ടാകും. അതുകൊണ്ട് കരുണാകടലായ റബ്ബേ, നിന്റെ നാമത്തിലാണ് ഞാനിത് ഉപയോഗിക്കുന്നത്. മനുഷ്യൻ അപ്പോഴും വിനയാന്വിതനാകുന്നു. എൻ്റെ 4 കിണറിലും ഇഷ്ടം പോലെ വെള്ളമുണ്ട്, അല്ലെങ്കിൽ ധാരാളം പണം ബാങ്കിൽ ബാലൻസ് ഉണ്ട്, ഞാൻ മിനറൽ വാട്ടർ വാങ്ങിക്കൊണ്ടേയിരിക്കും, അതൊന്നും ആര് വിചാരിച്ചാലും തടയാൻ കഴിയില്ലെന്ന നകളിപ്പ് മനുഷ്യനെന്ന ബുദ്ധിയുള്ള ജന്തുവിന് പാടില്ലെന്നർത്ഥം. എപ്പോഴും അവന് വിനയാന്വിതനായിക്കൊണ്ടേയിരിക്കണം. ഖുർആൻ പിന്നെയും വെള്ളത്തെക്കുറിച്ച് പറയുന്നുണ്ട്. കുൽ അറൈതും മിൻ അസ്ബഹമാഉക്കും ഗൗറൻ, നമ്മൾ നേരത്തെ സംസാരിച്ചു. അതേ പ്രകാരം തന്നെ വഇന്നാ അലാ ദഹാബിൻ ബിഹി ലഖാദിറൂൻ എന്ന് സൂറത്തുൽ മുഅ്മിനൂനിന്റെ 18-ാമത്തെ വാക്യത്തിൽ കാണാം.
വെള്ളക്കത്തൊന്ന് ഉഷാറായി. നമ്മളൊക്കെ കിണറുകളും കുളങ്ങളും ഒക്കെ നിറഞ്ഞു. പ്രാവശ്യമൊക്കെ കഠിനമായ വേനൽ പ്രതീക്ഷിച്ചിരുന്നു നമ്മൾ. കൃത്യമായ രീതിയിൽ വേനൽ മഴകളുണ്ടായി. അതുകൊണ്ട് ജലത്തിന് സാധാരണഗതിയിലുള്ളതുപോലെയുള്ള ബുദ്ധിമുട്ടുണ്ടായില്ല. തുരുതുര അങ്ങോട്ടും ഇങ്ങോട്ടും സന്നദ്ധ സംഘടനകളുടെയും ഗവൺമെൻറ്റിൻ്റെയും പഞ്ചായത്തിൻ്റെയും ഒന്നും കുടിവെള്ള വാഹനങ്ങൾ ഓടുന്നത് നമ്മൾ പ്രാവശ്യം കണ്ടില്ല. എന്തുകൊണ്ട്? കൃത്യമായ രീതിയിൽ റബ്ബ് തആല നമുക്ക് വേനൽ മഴ തന്നു. ഇപ്പോൾ 2-3 മഴ കൊണ്ട് നമ്മുടെ നാട് മൊത്തം ജലം നിറഞ്ഞു. ആ നകളിപ്പിൽ ഇങ്ങനെ നിൽക്കുന്നവൻ്റെ മുമ്പിൽ അള്ളാഹുവിൻ്റെ ഒരു ചോദ്യം, വ ഇന്നാ അലാ ദഹാബിൻ ബിഹി ലഖാദിറൂൻ. ഇത് നിശേഷമാണ് നീക്കിക്കളയാനും നമുക്ക് സാധ്യമാണ്. വെള്ളം കൊണ്ട് പരീക്ഷിച്ചൊരു ടീമായിരുന്നല്ലോ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സമൂഹം. നമുക്കറിയാം, തൂഫാൻ വെള്ളപ്പൊക്കം വഴി അവർ അശേഷമില്ലാതായിപ്പോയി. നൂഹ് നബിയുടെ ദഅവത്ത് സ്വീകരിച്ച് അദ്ദേഹത്തിൻ്റെ പ്രത്യേക രക്ഷാ സംവിധാനമായ കപ്പലിൽ ആരേറിയവരൊഴികെ ഓരോ നിമിഷവും ഓരോരുത്തരെയും നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വിളിക്കുന്നുണ്ട്, കയറൂ കയറൂ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ഓരോ ഉയർന്ന പ്രദേശത്തിലേക്ക് പോയി രക്ഷപ്പെട്ടോളാം എന്നാണ് സ്വന്തം പുത്രൻ കന്നാൻ പോലും പറഞ്ഞത്. നൂഹ് നബി പറയുന്നുണ്ട്, ആസിമല്ലോ, ഇന്ന് രക്ഷപ്പെടാൻ ഒരു മാർഗവും കാണൂല, ഇതിലേക്ക് കയറണമെന്ന്. അങ്ങനെ പ്രപഞ്ചം ഭൂമി നിറഞ്ഞ ആ വെള്ളത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയോട് അങ്ങോട്ട് പിടിക്കാൻ പറയണ്. അത് അങ്ങനെ തന്നെ വറ്റിപ്പോകുന്നു. ഈ ചരിത്രം നമ്മുടെ മുമ്പിൽ ഉണ്ടാകുമ്പോൾ ഇപ്പൊ കിണർ നിറഞ്ഞു, പുഴയൊക്കെ നിറഞ്ഞു, അതുകൊണ്ട് അഹങ്കരിക്കാൻ പറ്റുമോ? ഇല്ല. അതിനെ തിരിച്ചു വിളിക്കാനും മാറ്റിക്കളയാനും നമുക്ക് കഴിവുണ്ടെന്ന് അള്ളാഹു നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ ഓരോ നിയമത്തുകളെയും കുറിച്ച് ചോദിക്കുമെന്നത് ഖുർആന്റെ പ്രത്യേകം കൽപ്പനയാണ്. വെള്ളമെന്ന നിയമത്ത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനിവാര്യമായിരിക്കെ സൂറത്ത് തക്കാസുറിന്റെ 8ാമത്തെ വാക്യം കൂടെ നമ്മൾ ഓർക്കണം. ഈ വെള്ളം നല്ല ഉണ്ട്, ചിലവരെ കിണറിൽ നല്ല വെള്ളമുണ്ട്, ഒരിക്കലും പറ്റൂല. അപ്പൊ അയൽവാസികളുടെ കിണറിലൊക്കെ വേഗം വെള്ളം പറ്റി. അവരിത്തിരി വെള്ളം എടുത്തോട്ടെ എന്ന് പറയുമ്പോൾ വേണ്ടാന്ന് പറയാം. എന്തിന്? അവർക്ക് ഓർക്കിഡിനെ സംരക്ഷിക്കാൻ, അവർക്ക് ആന്തോറിയം സംരക്ഷിക്കാൻ. മനുഷ്യന് പ്രത്യേകിച്ച് നല്ലൊരു ഉപകാരമൊന്നും ഇല്ലാത്ത, അതിൻ്റെ ഒരു ആസ്വാദനം ഉപകാരം തന്നെയാണ്. മതം അത് അനുവദിക്കുന്നുണ്ട്, ഇല്ല എന്നല്ല പറയണത്. ചെടികളും തോട്ടങ്ങളും ഒക്കെ അതൊരു പ്രത്യേകമായ ആസ്വാദനം മനുഷ്യന് ലഭിക്കുമെങ്കിൽ അത് അനുവദനീയം തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ അപ്പുറത്തെ ആൾ വെള്ളം കിട്ടാതെ ദുരന്തം അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ആന്തൂറിയം തോട്ടവും ഓർക്കിഡ് തോട്ടമൊക്കെ നനച്ച് സംരക്ഷിക്കാൻ വേണ്ടി വെള്ളം ഉപയോഗപ്പെടുത്തുന്നു, കൊടുക്കാതിരിക്കുന്നു. അതുകൊണ്ടാണ് അടിസ്ഥാന ആവശ്യങ്ങളാകുന്ന വെള്ളം, തീ, ഉപ്പ് ആർക്കും തടയാൻ പാടില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. വെള്ളം തടയാൻ പാടില്ല, നമ്മുടെ കിണറിലുണ്ടെങ്കിൽ കൊടുത്തിരിക്കണം. ഉപ്പ്, ലവണം, ഏറ്റവും ബേസായ കൂട്ടാൻ അതാണ്. ഏറ്റവും ചുരുങ്ങിയത് ഭക്ഷണം കഴിക്കണമെങ്കിൽ ഉപ്പെങ്കിലും വേണം. അതുകൊണ്ട് അത് തടയാൻ പാടില്ല. തീയും അങ്ങനെ തന്നെ. ഇന്നത്തെ പോലെ തീപ്പെട്ടിയോ അല്ലെങ്കിൽ തീ നിർമ്മിക്കാനുള്ള സംവിധാനങ്ങളൊന്നും ഇല്ലാത്ത കാലത്ത് ഏതെങ്കിലും ഒരാൾ അടുപ്പിൽ സംരക്ഷിക്കുന്ന കനലിൽ നിന്ന് ഇത്തിരി വാങ്ങിയിട്ട് അതിങ്ങനെ ചകിരിയിലൊക്കെ ഇട്ട് ഇങ്ങനെ ഊതി കത്തിക്കുന്ന രീതിയായിരുന്നു. അത്തരം സന്ദർഭങ്ങളിൽ അടിസ്ഥാനപരമായ ആവശ്യമാണ് തീ എന്നത്. അതുകൊണ്ട് തീയിനെയും തടയാൻ പാടില്ലെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ആദ്യമായി ചോദ്യം ചെയ്യുന്ന ആരാധനാ കാര്യങ്ങൾ നിസ്കാരമായിരിക്കും. അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന മറ്റൊരു സംഗതി, ഇന്ന അവ്വലമാ യുസ്അലു അൻഹു യൗമൽ ഖിയാമ, നിഅമത്തുകളുടെ കൂട്ടത്തിൽ നിന്ന്, അള്ളാഹു നൽകിയ നിഅമത്തുകളുടെ കൂട്ടത്തിൽ നിന്ന് ആദ്യമായി റബ്ബ് തആല ചോദിക്കുന്നത് അൻ യുഖാല ലഹു, അവനോട് ഇങ്ങനെ ഒരു ചോദ്യം ഉണ്ടാകും, അലൻ നുസിഹ ലക ജിസ്മക്, നിന്റെ ശരീരത്തിന് നാം ആരോഗ്യം നൽകിയില്ലേ? പിന്നെ വനുറവ്വിയക മിനൽ മാഇൽ ബാരിദ്, ശുദ്ധവെള്ളം കൊണ്ട് നിന്റെ ദാഹം നാം തീർത്തില്ലേ എന്നായിരിക്കും. കണ്ണിനെ കുറിച്ച് ചോദിക്കും, ചുണ്ടിനെ കുറിച്ച് ചോദിക്കും, നമുക്ക് നൽകിയ ഓരോ നിഅമത്തുകളെയും കുറിച്ച് ചോദിക്കും. നിഅമത്തുകളുടെ ഗണത്തിൽ അള്ളാഹു ഖിയാമത്ത് നാളിൽ ആദ്യമായി ചോദിക്കുന്നത് വെള്ളത്തെക്കുറിച്ചാണ്. വെള്ളം വഴി നിന്റെ ദാഹം നമ്മൾ തീർത്തില്ലേ? അങ്ങനെ നിന്റെ ശരീരത്തിന് നാം സിഹത്ത്, ആരോഗ്യവും ആഫിയത്ത് നൽകിയില്ലേ എന്നായിരിക്കുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്.
അതുകൊണ്ട് വെള്ളത്തിൻ്റെ കാര്യത്തിൽ വളരെ ശ്രദ്ധ വേണം. മഴക്കാലത്താണെങ്കിലും നമ്മൾ നല്ലൊരു സമുദ്രത്തിലാണെങ്കിലും വെള്ളം ദുരുപയോഗം ചെയ്യാൻ പാടില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെള്ളം സംരക്ഷിക്കുന്നതിന് വേണ്ടി കുറേ കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഒളുവെടുക്കലും കുളിക്കലും ഒക്കെ റസൂലുള്ളാഹി തങ്ങൾ ഒരു മുദ്ദിൽ നിന്ന് ഒളുവെടുത്തിരുന്നു എന്നാണ്. ഒരു മുദ്ദ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാം, ഏകദേശം 600-700 ഗ്രാം വെള്ളമാണ്. അത്ര ഇതിൽ നിന്ന് ഒളുവെടുക്കും. ഒളുവെടുക്കേണ്ട അനിവാര്യം വരുമ്പോൾ നമ്മൾ അതിൽ നിന്ന് ഒളുവെടുക്കേണ്ടി വരും. പലയിടങ്ങളിലും അടിമകളെ പോലെയൊക്കെ കുടുങ്ങുന്ന ചില ജീവനക്കാരുണ്ട്. ഒന്നും പുറലോകറ്റ് ബന്ധം ഉണ്ടാവില്ല. കുളിക്കാൻ വേണ്ടി ഒരു സോഡ വാങ്ങിയിട്ട് അതിൻ്റെ ഗ്യാസ് കളഞ്ഞ് ആ വെള്ളം കൊണ്ട് കുളിക്കുന്ന അനുഭവമൊക്കെ പറഞ്ഞൊരു ചെറുപ്പക്കാരൻ എനിക്ക് ഓർമ്മയുണ്ട്. അപ്പം എങ്ങനെ സോഡ കൊണ്ട് കുളിക്കാൻ പറ്റുന്നത്? അങ്ങനത്തെ ഒരു സന്ദർഭം വന്നാൽ കഴിയന്നെ. മഹല്ലി ഇമാമൊക്കെ അവിടുത്തെ കൻസുർ റാഗിബീൻ എന്ന കിതാബ് ചർച്ച ചെയ്യുന്നുണ്ട്. കുറഞ്ഞ വെള്ളം കൊണ്ട് ഒതുക്കണമെങ്കിൽ കുളിക്കണമെങ്കിൽ എന്ത് വേണം? നിയത്തൊക്കെ വെക്കണതിൻ്റെ മുമ്പ് വെള്ളം കൊണ്ട് ശരീരത്തിൽ ഇങ്ങനെ തടവുക എന്നാണ്. അപ്പം ഇങ്ങനെ പറ്റ ഉണങ്ങി നിൽക്കുന്ന ശരീരത്തിൽ വെള്ളം ഒഴിക്കുകയുണ്ടെങ്കിൽ കുറേ അങ്ങോട്ട് പോവും. നേരെ മറിച്ച് തടവിയിട്ട് ഈർപ്പം വന്ന ശരീരത്തിലാണെങ്കിൽ ഇത്തിരി വെള്ളം എടുത്താൽ തന്നെ എല്ലാം എടുത്തും അതെത്തും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുളിക്കാൻ ഉപയോഗിച്ചത് ഒരു സായ വെള്ളമായിരുന്നു എന്നാണ്. ഒരു സായ വെള്ളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്ര ഉള്ള 4 കോരൽ വെള്ളം. നമ്മളൊക്കെ ഒരാൾക്ക് ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ട അത്ര വെള്ളം. എങ്ങനെ കുളി സാധ്യമാകണത്? ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു സോഡ പൊട്ടിച്ചിട്ട് ഗ്യാസ് കളഞ്ഞിട്ട് അതുകൊണ്ട് കുളിക്കുന്നവർ നമ്മുടെ ആധുനിക കാലത്തുണ്ട്. ചില തൊഴിലാളികളൊക്കെ കുടുങ്ങിപ്പോകും തീരെ സൗകര്യങ്ങളില്ലാത്ത ഇടങ്ങളിൽ. എന്നാലോ ചാടി ഓടി രക്ഷപ്പെടാനും കഴിയില്ല. അപ്പോൾ വെള്ളം അമിതമായി ചെലവഴിക്കരുത് എന്നതിനെ കുറിച്ച് നിരവധിയായ ഹദീസുകളുണ്ട്. ഞാൻ ഓരോന്ന് ഉദ്ധരിക്കുന്നില്ല. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഇബ്നു അബ്ബാസ് കം യക്ഫീനി മിനൽ വുളൂ. ഒരാൾ വന്നിട്ട് ഇബ്നു അബ്ബാസ് തങ്ങളോട് ചോദിക്കുകയാണ്, വുളൂ എടുക്കാൻ എനിക്ക് എത്ര വെള്ളം വേണ്ടി വരും? ഖാല മുദ്ദുൻ, ഒരു മുദ്ദ്, നമ്മളിപ്പോൾ പറഞ്ഞ കണക്ക്, ഏകദേശം ഒരു 600-500 ഗ്രാം വെള്ളം. ഖാല കം യക്ഫിനി ലിൽ ഗുസ്ലി, കുളിക്കാൻ എത്ര വെള്ളം വേണ്ടി വരും? അങ്ങനെ വരുമ്പോൾ ഖാല സാഉൻ, ഇത്ര 4 വെള്ളം, 4 മുദ്ദ് വെള്ളം. നമ്മൾ സക്കാത്ത് കൊടുക്കുന്ന ഒരാൾക്ക് എത്ര സക്കാത്ത് കൊടുക്കണം? അത്രയും വെള്ളം. ഖാല റജുലുൻ, ഇദ്ദേഹം പറഞ്ഞു, ലാ യക്ഫിനി, അല്ലാഹ് അതൊന്നും പോരെ കുളിക്കാൻ. കേരളക്കാരനാണോ തോന്നും ചിലപ്പോൾ അല്ലേ? നന്നായിട്ട് വെള്ളം ചെലവഴിച്ച് കുളിച്ചൊരു ടാങ്ക് വെള്ളം കൊണ്ടൊക്കെ അങ്ങോട്ട് കുളി കഴിഞ്ഞാലും സന്തോഷാവാത്തവരാണ് കേരളക്കാർ. അദ്ദേഹം പറയാണ്, ലാ യക്ഫിനി, അതൊന്നും പോരട്ടോ. ഖാല ലാ ഉമ്മലക്, അതൊരു പ്രയോഗമാണ്. എനിക്ക് ഉമ്മ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ നാശം എന്ന് പറയുന്ന ഒരു പ്രയോഗമാണത്. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഖദ് കഫാ മൻ ഹുവ ഖൈറും മിൻക, നിന്നേക്കാൾ എത്രയോ ശ്രേഷ്ഠരായുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അത് മതിയായിട്ടുണ്ട്. എന്നിട്ടാ നിനക്കത് പറ്റൂല എന്ന് പറയുന്നത്? എന്നിട്ട് അദ്ദേഹം പറയാ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം അഹ്മദ് നിവേദനം ചെയ്യുന്ന ഒരു ഹദീസാണ്, നിന്നേക്കാൾ ഏറ്റവും ശ്രേഷ്ഠരായ റസൂലുള്ളാഹി തങ്ങൾക്ക് അത് പറ്റിയിട്ടുണ്ട്, പിന്നെ നിനക്കത് മതിയാവൂല എന്ന് പറയലാണോ? മഹാനായ അംർ ബിൻ ശുഐബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ വല്ലിപ്പയിൽ നിന്ന് ഉദ്ധരിക്കുന്നുണ്ട്, ജാ അഅറാബിയുൻ ഇലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസ്അലുഹു അനിൽ വുളൂ, വുളൂവിനെ കുറിച്ച് ചോദിച്ച ഒരു ഗ്രാമീണൻ നബിമായ നബി തങ്ങളുടെ അടുത്തേക്ക് വന്നു. ഫറാഹുൽ വുളൂ സലാസൻ സലാസൻ സുമ്മ ഖാല ഹാഖദൽ വുളൂ ഫമൻ സാദ അലാ ദാലിക ഫഖദ് അസാഅ വതഅദ്ദ വളലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 3 പ്രാവശ്യം വെച്ച് വുളൂ എടുത്ത് കാണിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇതിനേക്കാൾ ആര് വർദ്ധിപ്പിച്ചാലും അവൻ അക്രമമാണ് ചെയ്തത്, അവൻ പരിധി ലംഘിച്ചിരിക്കുകയാണ്, അവൻ വൃത്തികേടാണ് കാണിച്ചത്, അവൻ ചീത്തപ്രവൃത്തി ചെയ്തു, തഅദ്ദ പരിധി ലംഘിച്ചു, അപ്രകാരം തന്നെ വലമ അവൻ അക്രമം കാണിച്ചു. ഇമാം നസായി റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസാണിത്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു പറയുന്നു, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മർറ ബിസഅദിൻ, സഅദ് റളിയല്ലാഹു അൻഹു ഒളു എടുത്തുകൊണ്ടിരിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിസരത്തൂടെ നടന്നുപോയി. ഫഖാൽ, റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, മാ ഹാദ സുർഫ്, ഈ അമിതത്വം എന്താ സഅദ് എന്ന് ചോദിച്ചു ഒരു കൗതുകത്തോടെ. ഇത്ര അമിതമായി വെള്ളം ചെലവഴിക്കുക, ഒളു എടുക്കേണ്ട ആവശ്യാർത്ഥം? ഫഖാൽ, അദ്ദേഹം ചോദിച്ചു, അഫിൽ വുളൂഇ ഇസ്റാഫുൻ, ഒളു എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഇബാദത്തല്ലേ, അത് നന്നായിട്ട് ആസ്വദിച്ച് ചെയ്യണ്ടേ. അപ്പോൾ ഈ ഒളൂയിലും ഇസ്റാഫ്, അമിതത്വം എന്ന് പറയുന്ന പ്രശ്നം,
ഖുർആൻ പലയിടത്ത് പറയണതാണ്. ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ, വസ്ത്രത്തിൻ്റെ കാര്യത്തിൽ, വാഹനത്തിൻ്റെ കാര്യത്തിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അമിതത്വം പാടില്ല എന്നുള്ളത്. മിതമാവണം. മുസ്ലിം എന്ന് പറഞ്ഞാൽ ഉമ്മത്തുൻ വസത്താണ്, മധ്യമ സമൂഹമാണ്. അവർക്ക് പറ്റേ പിശുക്കിയുള്ള ജീവിതം പാടില്ല, അടിച്ചു പൊളിച്ചിട്ട് സർവം തകർക്കണ ജീവിതവും പാടില്ല. അവൻ മധ്യത്തിലാകണം. ആവശ്യത്തിന് അവശ്യ വസ്തുക്കൾ ഉപയോഗപ്പെടുത്തുക, അതിനപ്പുറത്തേക്ക് കയറാൻ പാടില്ല. ഇതറിയാവുന്ന സയ്യിദ് റളിയല്ലാഹു അൻഹു ചോദിക്കുക, ഇത് നല്ലൊരു ഇബാദത്തല്ലേ, അപ്പൊ ഇതിലുണ്ട് ഈ ഇസ്രാഫിന്റെ പ്രശ്നം. മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുത്തു, നഅം, ഈ ഇസ്രാഫിന്റെ വിഷയം ഈ ഉളൂഇന്റെ കാര്യത്തിലും വരും. ഒഴുകുന്ന പുഴയിൽ നിന്നാണ് ഇനി ഉളൂ എടുക്കുന്നെങ്കിൽ പോലും ഈ പൊതുവായ പൈപ്പ്, അതേപ്രകാരം പൊതുവായ ഹൗദ്, ഇതിൽ നിന്നൊക്കെ ഉളൂ എടുക്കുമ്പോൾ 3-ലധികം ഉപയോഗിക്കുന്നത് ഹറാമാണ്. ഹറാം നമ്മുടെ വീട്ടിൽ നിന്നാകുമ്പോഴാണ് അത് കറാഹത്താവുക. സമൂഹത്തിന് വേണ്ടി പൊതുവാക്കപ്പെട്ട സാധനം അതിൻ്റെ ലക്ഷ്യത്തിൽ നിന്ന് തെറ്റിക്കാൻ പാടില്ല. കുടിവെള്ളം എന്ന് എഴുതി വെച്ചത് തട്ടിപ്പിൽ നമ്മൾ ഒതുകൊടുക്കാൻ പാടില്ല. അതുകൊണ്ട് കുടിവെള്ളം എന്ന് എഴുതി വെച്ച ടാപ്പുണ്ട്, അതിൽ കുടിവെള്ളമാണ് വരുന്നത്, സാധാരണ ടാപ്പിൽ വരുന്ന വെള്ളമല്ല, അവർ ഫിൽറ്റർ ചെയ്തൊക്കെ വരികയാണ്. അപ്പോൾ തട്ടിപ്പിൽ നമ്മളൊരു വലിയ ഉഷാറുള്ള ആളാണ്, എനിക്കൊരു മിടുക്കൊക്കെ ഉണ്ട്, എനിക്ക് ഇത്തിരി കുസൃതിയൊക്കെ ഉണ്ട് എന്ന് വരുത്തിയിട്ട് അതിൽ നിന്ന് കൊടുക്കാൻ പാടുണ്ടോ? പാടില്ല. പുറത്തേക്ക് കൊണ്ടുപോകരുത് എന്ന് ഏതെങ്കിലും ഒരു സന്നദ്ധ ടീം വെച്ച ഇത്തരം കുടിവെള്ള ത്തെ-കുറിച്ച് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ആരും കാണാതെ കൊണ്ടുപോകാൻ എനിക്ക് മിടുക്കുണ്ടെന്ന് തെളിയിക്കാൻ പറ്റില്ല. അത് കൊണ്ടുപോകാൻ പാടില്ല എന്നാണ്. എങ്ങനെയാണോ അതിൻ്റെ അസുൽ വളവ് അതിന് ഉപയോഗപ്പെടുത്തണം. അപ്പോൾ പൊതുവായ ഇത്തരം സംഗതികൾ വർത്താനം പറഞ്ഞുകൊണ്ട് ടാപ്പ് ഫുള്ള് തുറന്നങ്ങനെ വെള്ളം വീഴ്ത്തിക്കൊണ്ടിരിക്കാൻ പറ്റുമോ? ഇല്ല. ഓരോ തുള്ളിക്കും ചിലപ്പോൾ നമ്മൾ ഖേദിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഇസ്രാഫ് ജീവിതത്തിൽ ഒരിക്കലും പാടില്ല, വെള്ളത്തിൻ്റെ കാര്യത്തിൽ തീരെ പാടില്ല. വെള്ളം സംരക്ഷിക്കാൻ വേണ്ടി മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്. ഓടിച്ചു പോകാൻ നമുക്ക്. നമ്മൾ ഉറങ്ങി എഴുന്നേറ്റ ഉടനെ നമ്മുടെ സ്വന്തം വീട്ടിലെ വെള്ളമാണെങ്കിൽ പോലും അതിൽ പോയി കൈയിടാൻ പാടില്ല. ഉറങ്ങി എഴുന്നേറ്റ് ഇങ്ങനെ വരികയാണ്, അപ്പോൾ നമ്മളിങ്ങനെ കണ്ണും തിരുമ്പി വന്നിട്ട് ഹൗദിലോട് കൈയിടാൻ പാടുണ്ടോ? പാടില്ല. ഇന്നഹദുക്കും ലാ യദ്രി ഐന ബാതത് യദഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, മനിസ്തൈഖള മിൻ മനാമിഹി, ഒരാള് ഉറക്കിൽ നിന്ന് എഴുന്നേറ്റാൽ അവൻ എന്ത് ചെയ്യണം? അവൻ്റെ കയ്യിനെ 3 പ്രാവശ്യം കഴുകി വൃത്തിയാക്കണം. എന്നിട്ട് അവൻ എന്ത് ചെയ്യാൻ പാടുള്ളൂ? വെള്ളത്തിലേക്ക് നേരിട്ട് കൈയിടാൻ പാടുള്ളൂ. എന്തുകൊണ്ട്? ഫഇന്നഹദുക്കും ലാ യദ്രി ഐന ബാതത് യദഹു, അവൻ്റെ കൈ എവിടെ ഉറങ്ങിയിരുന്നതെന്ന് ആർക്കും അറിയാൻ പറ്റൂല. മാലിന്യങ്ങളുണ്ടാകാം, മാലിന്യ സ്ഥലങ്ങളിലെത്താം. മനുഷ്യന് വൃത്തികേടായി തോന്നുന്ന ഭാഗങ്ങളിൽ അവൻ്റെ കൈ എത്താൻ ഉറക്കിൽ സാധ്യതയുണ്ട്. അതുകൊണ്ട് കൈ കഴുകിയാണ് വേണം വെള്ളത്തിൽ കൈയിടേണ്ടത്. വീട്ടിലെ വെള്ളത്തിലാണെങ്കിലും അങ്ങനെയാണ്, ഹൗദിലെ വെള്ളത്തിലാണെങ്കിൽ ഏതായാലും അങ്ങനെയാണ്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നതാണ്. അപ്രകാരം കുടിക്കുന്ന വെള്ളത്തിലേക്ക് ശ്വാസം വിടരുത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം. നമുക്കറിയാലോ, നമ്മൾ ഈ ഓക്സിജൻ കയറ്റുന്ന കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തു വിടുന്നു. കാർബൺ ഡൈ ഓക്സൈഡ് നമുക്ക് ഒരിക്കലും നന്നല്ല. അത് ഈ സസ്യങ്ങളും മറ്റും വലിച്ചെടുത്ത് അവർ ഓക്സിജൻ പുറത്തിടുന്നത് കൊണ്ട് പ്രകൃതിയിൽ കൃത്യമായ രീതിയിൽ അതിൻ്റെ ഒരു ശുദ്ധീകരണ ചക്രം നടക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് പിന്നെയും ഓക്സിജൻ സുലഭമായി ലഭിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഇങ്ങനെ പറ്റിച്ചേർന്ന് മൂക്കടുപ്പിച്ച് ഉറങ്ങുന്നതും അത്ര ഗുണമൊന്നുമല്ല. ഒരാളുടെ കാർബൺ ഡൈ ഓക്സൈഡ് മറ്റൊരാൾ ശ്വസിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ പലജാതി രോഗാണുക്കളൊക്കെ ചിലപ്പോൾ വരും ഈ നമ്മൾ ഈ ഉച്ഛ്വാസവായുവിലൂടെ. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കുടിക്കുന്ന വെള്ളത്തിൽ ആരും ശ്വാസം വിടരുത്. ഇദാ ശരിബ അഹദുക്കും ഫലാ യതനഫസ് ഫിൽ ഇനാ, ആരും പാത്രത്തിലേക്ക് ശ്വാസം വിടരുത്. പിന്നെ അത് ആവർത്തിച്ച് കുടിക്കേണ്ട ഒരു രീതി കൂടെ റസൂൽ തങ്ങൾ പറയുന്നുണ്ട്. അത് നമ്മുടെ വിഷയമായിട്ട് നേരിട്ട് ബന്ധമില്ലാത്തതുകൊണ്ട് ഞാൻ ഒഴിവാക്കുന്നു. റവാഹു ഇബ്നു മാജ മിൻ ഹദീസ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസായിട്ട് ഇബ്നു മാജ അവിടുത്തെ ഗ്രന്ഥത്തിൽ ഇത് ചേർത്തിട്ടുണ്ട്. അപ്രകാരം തന്നെ പാത്രങ്ങൾ മൂടി വെക്കാൻ പ്രത്യേകമായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചു. പാത്രങ്ങൾ മൂടി വെക്കുക. ഒരു വസ്തുവും മൂടാൻ കിട്ടണില്ലെങ്കിൽ ഒരു കൊള്ളിയെങ്കിലും വെക്കണം എന്നാണ്. അത്രക്ക് പ്രതിരോധം ഉണ്ടാവും എന്നുള്ളത് കൊണ്ട്. ഒരു പാമ്പൊക്കെ വീഴുകയാണെങ്കിൽ ആ കൊള്ളിയിൽ തടഞ്ഞിട്ട് അത് മൂപ്പരാൾ താഴേക്ക് ഇറങ്ങിപ്പോയിക്കോളും. എന്നുവെച്ചാൽ നേരെ കുടത്തേക്ക് വീണിട്ടുണ്ടെങ്കിൽ പല്ലി വിസർജ്യം വരും, പല്ലി മൂത്രമൊഴിക്കും, അതുപോലെയുള്ള പാറ്റകളും വസ്തുക്കളൊക്കെ വരും. പലയിടങ്ങളിലും ഈ പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ഈ ചെറിയ ചെറിയ വണ്ടുകൾ ഉണ്ടാകും, മുപ്ലി വണ്ട്, കോട്ടരുമ പോലത്തെ സാധനം. ഇതൊക്കെ വെള്ളത്തിൽ വീഴും. ഒന്ന് വെള്ളം നശിക്കും, ചിലപ്പോൾ നമ്മളത് അറിയാതെ ഉപയോഗിച്ചു പോകും. അങ്ങനെയൊക്കെ കുഴപ്പങ്ങൾ ഉണ്ടാകും. ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഉത്ഫിഉൽ മസാബിഹ ഇദാ റഖദ്തും,
നിങ്ങൾ ഉറങ്ങുമ്പോൾ വിളക്ക് കെടുത്തണം. ഉറങ്ങുമ്പോൾ വിളക്ക് കെടുത്തണം. അത് തട്ടി വീഴാനും കത്തിപ്പിടിക്കാനും ഒക്കെ സാധ്യതയുണ്ട്. അപ്രകാരം തന്നെ വല്ലിക്കുൽ അബ്വാബ്, നിങ്ങൾ വാതിലുകൾ അടക്കണം, കുറ്റിയിടണം. ഭയങ്കര ധൈര്യക്കാരനാന്നൊക്കെ പറഞ്ഞ് വാതിലൊക്കെ തുറന്നു വെച്ച് ഇങ്ങനെ കിടക്കാൻ പറ്റൂല. പല മനുഷ്യർക്കും പലപ്പോഴും ഒരേ അവസ്ഥ ഉണ്ടാവില്ല. ചില ആളുകളൊക്കെ എല്ലാം ഒരു കാൽപെരുമാറ്റം കേട്ടാൽ ഉണരും. പക്ഷെ അതേ രീതി എപ്പോഴും ഉണ്ടാവണമെന്നൊന്നുമില്ല. നല്ല സമൃദ്ധമായൊരു ഉറക്കം കിട്ടിയാൽ അകത്ത് കള്ളം കയറാം, പാമ്പ് കയറാം, പലതും 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 സംഭവിക്കാം. ഇപ്പോൾ വർഷക്കാലാണ്, പ്രത്യേകിച്ച് ഈ തണുപ്പാകുമ്പോൾ ചൂട് തേടി ഇഴജന്തുക്കളൊക്കെ വന്നുകൊണ്ടിരിക്കും. സ്വാഭാവികമായി വെള്ളമൊന്നുമില്ലാത്ത അകത്തവർ കയറും. ജനലൊക്കെ ഇങ്ങനെ താഴെയുള്ള ജനലൊക്കെ ഇങ്ങനെ തുറന്നു വെച്ചിട്ട് നമ്മൾ ഭയങ്കര ഉഷാറിൽ ലാവിഷായിട്ട് ജീവിച്ചാൽ കട്ടിലിലും മേശയ്ക്ക് വലിപ്പിലും ഷൂയുടെ ഉള്ളിലും ഒക്കെ പാമ്പ് കയറും. അവ നമ്മളെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടല്ലെങ്കിലും അവരുടെ നൈസർഗികമായ രീതിയിൽ കുത്തു നടത്തും. അതോടുകൂടെ ചിലപ്പോൾ ജീവിതം തന്നെ അവസാനിച്ചെന്ന് വരും. പല പാമ്പുകളും അങ്ങനെയാണ്. കേരളത്തിൽ 124 ടൈപ്പ് പാമ്പുകളുണ്ട്. അതിൽ 10 വിഷമുള്ളത്, 4 കൊടും വിഷമുള്ളത്. 4 എന്ന് പറഞ്ഞാൽ 4 വർഗത്തിന്. ഇങ്ങനെ കോബ്ര വർഗം, മൂർഖൻ, പിന്നെ അണലി വർഗം, ഇങ്ങനെ 4 വെള്ളിക്കട്ടൻ പോലുള്ള സാധനം. പക്ഷെ ഉപദ്രവം ഒരിക്കലും മനുഷ്യൻ സ്വയം ഏറ്റെടുക്കരുത്. ഈ ശരീരത്തിന് വലിയ മൂല്യമുണ്ട് ഇസ്ലാം അനുസരിച്ച്. നമ്മുടെ ശ്രദ്ധക്കുറവ് കൊണ്ട് ഒരിക്കലും നമുക്ക് അബദ്ധം വരാൻ പാടില്ല. അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരോഗ്യമുള്ള മനുഷ്യനെ, വിശ്വാസിയെ അള്ളാഹുക്ക് കൂടുതൽ ഇഷ്ടം എന്ന് പറയുന്നത്. കുറച്ചാളുകൾക്ക് ആരോഗ്യം കൊടുക്കുക, കുറച്ചാളുകൾക്ക് അനാരോഗ്യം കൊടുക്കുക, എന്നിട്ട് ആരോഗ്യമുള്ള ആളുകൾ അള്ളാഹ് ഇഷ്ടപ്പെടുക. ഇതൊരു വിവേചനല്ലേ? അതല്ല സംഭവിക്കുന്നത്. ആരോഗ്യം നിലനിർത്തുന്നതിൽ നമുക്ക് നമ്മുടേതായ പങ്കുകളുണ്ട്. അത് നിർവഹിക്കുമ്പോൾ ആ മനുഷ്യൻ ഉത്തരവാദിത്വ ബോധമുള്ളവനാവുന്നു. നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ അന്തമുള്ളവനായിത്തീരുന്നു എന്ന്. അല്ലാതെ എല്ലാം തുറന്നു വെച്ച് കടന്നുറങ്ങൽ ഒരു ധൈര്യമൊന്നുമല്ല. ധൈര്യം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണോ? നന്നായിട്ട് സ്പീഡിൽ ഒരു ട്രെയിൻ വരുന്നു, അതിൻ്റെ മുന്നിലേക്കായിട്ട് ചാടി ഇറങ്ങും, അതാണോ ധൈര്യം? അല്ല, അത് ധൈര്യമല്ല എന്ന് മനസ്സിലാക്കാൻ ഇത്തിരി ബുദ്ധി വേണം. ആ ബുദ്ധി ഇല്ലാത്ത വരുമ്പോഴാണ് അങ്ങനത്തെ സാഹസത്തിനൊക്കെ ചിലർ ഒരുങ്ങുക. ചില മക്കളൊക്കെ ഉണ്ടല്ലോ ട്രെയിനിൻ്റെ മേലെ കയറി റീലുണ്ടാക്കുക. വളരെ ശക്തമായ KV ലൈനാണ് അതിൻ്റെ മുകളിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. കത്തുക എന്നുള്ളതല്ല, കരിക്കട്ടയായി പോകും. ഇതല്ല ധൈര്യം. അതുകൊണ്ട് തന്നെ പാത്രം മൂടി വെക്കണം. അവിടെ എത്തുന്നുള്ളൂ അല്ലേ നമ്മൾ. വിളക്ക് കെടുത്തണം, അപ്രകാരം വാതിൽ അടക്കണം. പിന്നെ വെള്ളത്തെയും ഭക്ഷണത്തെയും നിങ്ങൾ മൂടി വെക്കുകയും വേണം. ഇതാ ഞാൻ നേരത്തെ പറഞ്ഞത്. ഒന്നും കിട്ടണില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ മേലെ ഒരു കൊള്ളിക്കഷ്ണം വെച്ചിട്ടെങ്കിലും നമ്മൾ മൂടാൻ ശ്രമിക്കണം എന്ന്. ഒരു പരിധിവരെ അത് വെള്ളത്തെ സംരക്ഷിക്കും, ഭക്ഷണത്തെ സംരക്ഷിക്കും. ഇങ്ങനെയെങ്കിലും വെള്ളത്തെ നിങ്ങൾ സംരക്ഷിക്കണമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്രകാരം തന്നെ കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ ജനാബത്ത് കുളിക്കരുത് എന്ന് ഹദീസിൽ കാണാം. കെട്ടി നിൽക്കുന്ന വെള്ളം 2 കൊല്ലത്തിനേക്കാൾ ഉണ്ടെങ്കിൽ കുളിച്ചാൽ കുളി ശരിയാവും, അത് വേറെ കാര്യം, അത് മസല. പക്ഷെ ഒരാൾ മാലിന്യത്തോടു കൂടെ ഒക്കെ വന്ന് കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ കുളിച്ചാൽ സ്വാഭാവികമായും അത്രയും അതിൽ മാലിന്യം കലരും, അതിലൊരു തർക്കമില്ല. വലിയൊരു കുളക്കെ ആണെങ്കിൽ നമുക്കത് അറിയാൻ പറ്റൂല എന്ന് മാത്രം. അത്രയ്ക്ക് ശ്രദ്ധ പുലർത്തണമെന്ന് ഹബീബായ റസൂൽ തങ്ങൾ പറയുന്നു. കാരണം ഈ പൊതുവളാണെങ്കിൽ പ്രത്യേകിച്ചും അതും പലർക്കും ഉപകരിക്കാനുള്ളതാണ്. മാന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ജനാബത്തുകാരനായിരിക്കെ, അതായത് ജനാബത്തുണ്ടായ കുളി നിർവഹിക്കുമ്പോൾ കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ ആരും കുളിക്കരുത്. അപ്പൊ അബൂ ഹുറൈറ തങ്ങളോട് ചോദിക്കുന്നുണ്ട്, കൈഫ യഫ്അലു യാ അബൂ ഹുറൈറ, പിന്നെ എങ്ങനെ കുളിക്കുക, ജനാബത്ത് നീങ്ങട്ടെ? അദ്ദേഹം പറയാണ്, യതനാവലുഹു തനാവുലൻ, അതിനെ മര്യാദക്ക് ഉപയോഗിക്കണം, മുക്കിയെടുത്ത് ഉപയോഗിക്കണം, കോരി കൊണ്ടുപോയി കുളിക്കണം. നമ്മൾ മാലിന്യത്തോടു കൂടെ അത് ഇറങ്ങുമ്പോൾ എത്ര വലിയ ജലധാരയാണെങ്കിലും അത്രയും മാലിന്യം അതിൽ പ്രവേശിക്കുന്നുള്ളത് ഉറപ്പാണ്. അത് മനുഷ്യരെ ഉപദ്രവിക്കലാകും. അതേ പ്രകാരം തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ മൂത്രമൊഴിക്കുന്നതിനെ വിരോധിച്ചു. അതേ പ്രകാരം കുറഞ്ഞൊഴുകുന്ന വെള്ളത്തിൽ മൂത്രമൊഴിക്കുന്നതിനെ വിരോധിച്ചു. ഒരു വലിയ കുളത്തിൽ മൂത്രമൊഴിക്കുന്നത് നല്ല കാര്യമൊന്നുമല്ല. പിന്നെന്താണ്, അത് അത്രമേൽ മനുഷ്യനങ്ങൾ ഉപദ്രവിക്കൂല. നേരെ വെച്ച് കെട്ടി നിൽക്കണ വെള്ളമാണെങ്കിൽ സ്വാഭാവികമായും ആ വെള്ളത്തിൽ അതിൻ്റെ സ്വാധീനം വരും. കുറച്ചേ ഒഴുകണുള്ളൂ എന്നുണ്ടെങ്കിൽ ആ അവിടെയും സ്വാധീനം വരും.
എന്ന് മാത്രമല്ല, ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെള്ളത്തിൻ്റെ പരിസരത്ത് പോലും മൂത്രമൊഴിക്കരുത് എന്ന് പറഞ്ഞു. കാരണം മഴയൊക്കെ പെയ്താൽ പിന്നെ ആ മൂത്രം ആ വെള്ളത്തിലേക്ക് ഒഴുകാൻ സാധ്യത ഉണ്ട്. അതിൻ്റെ പരിസരത്തിലേക്ക് എത്തുന്ന ആളുകൾക്ക് അതുകൊണ്ട് ഉപദ്രവം ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. നബി തങ്ങൾ പറയാണ്, ഇത്തഖുൽ മലാഈന സലാസ, 3 ശാപങ്ങളെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന് അൽ ബറാസ ഫിൽ മവാരിദി വഖാരിയത്ത് തരീഖി വല്ലില്ലി, വെള്ളമുള്ള സ്ഥലങ്ങളിൽ അതിൻ്റെ അടുത്ത് മൂത്രമൊഴിക്കുന്നത്, അപ്രകാരം വഴികളിൽ മൂത്രമൊഴിക്കുന്നത്, അതേപ്രകാരം നിഴലിൽ മൂത്രമൊഴിക്കുന്നത്. നിഴൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ നിഴലത്ത് ഇരിക്കാനും യാത്ര പോകുന്ന സമയത്ത് വിശ്രമിക്കാനും ഒക്കെ ഉപയോഗപ്പെടുത്തുന്ന അത്തരം ഇടങ്ങളിൽ. നമ്മളൊരു കാട്ടിലാണ്, നല്ല നിഴലാണ്, അവിടെ മൂത്രമൊഴിക്കാൻ പറ്റില്ല എന്നല്ല പറയണത്. ജനങ്ങൾ ഉപയോഗിക്കുന്ന ഇത്തരം സംഗതികളിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? മൂത്രമൊഴിക്കാൻ പാടില്ല. എന്ന് വെച്ചാൽ വെള്ളത്തെ സംരക്ഷിക്കാൻ നമ്മളെ കൊണ്ടാവും വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തണമെന്ന് ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. അതിനാണ് ഈ കാര്യങ്ങളൊക്കെ വിസ്തരിച്ച് അവിടുന്ന് പറയുന്നത്. അപ്പം ജലമെന്ന് പറയുന്ന വലിയ അനുഗ്രഹത്തെ മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും അതിനെ അള്ളാഹു പറഞ്ഞത് പ്രകാരം ഉപയോഗിക്കുകയും ചെയ്യുമ്പോൾ അള്ളാഹുവിനെ നടത്തുന്ന ശുക്റാണത്. സൂറത്ത് ഇബ്രാഹിമിൻ്റെ 7-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നു, ലഇൻ ശക്കർത്തും ലഅസീദന്നകും, നിങ്ങൾ ശുക്ർ കാണിച്ചാൽ അള്ളാഹു നിങ്ങൾക്ക് ഇനിയും വർദ്ധിപ്പിച്ചു തരും. അല്ല, നിഷേധമാണ് കാണിക്കുന്നതെങ്കിലോ ഇന്ന അദാബി ലശദീദ്, നമ്മുടെ ശിക്ഷ നിങ്ങളെ ബാധിക്കുകയും ചെയ്യും. വെള്ളം മാന്യമായി ഉപയോഗപ്പെടുത്തി അള്ളാഹു പിന്നെയും തരും. ആവശ്യമുള്ള ആളുകൾക്കൊക്കെ നമ്മൾ നൽകിക്കൊണ്ടിരുന്നു, അള്ളാഹു പിന്നെയും വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കും. നേരെ മറിച്ച് നമ്മൾ തടഞ്ഞു വെച്ചു. നമ്മുടെ കിണറിൽ നല്ല വെള്ളമുണ്ട്, അയൽവാസികൾ ചോദിക്കണ സമയത്ത് കടുത്ത വേനലിൽ നമ്മൾ കൊടുക്കണില്ല. നേരത്തെ പറഞ്ഞതുപോലെ ആന്തൂറിയം വളർത്താനും ഓർക്കിഡ് വളർത്താനും നമ്മൾ ചെടിക്ക് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു മനുഷ്യന് ഉപദ്രവം ഉണ്ടാകുന്ന ഘട്ടത്തിൽ നമ്മൾ കൃഷി ചെയ്യാൻ പോലും അത് ഉപയോഗിക്കാൻ പാടില്ല എന്നല്ല, ഒരു ജീവിക്ക്, ഒരു മുഹ്തറമായ ജീവിക്ക് ആവശ്യമാകുന്ന സമയത്ത് നമ്മളത് കൃഷിക്കോ കാലേകാനോ ഡെയിലി കുളിക്കാനൊന്നും ഉപയോഗിക്കാൻ പാടില്ല. ഡെയിലി ഉപയോഗിക്കാൻ പാടില്ല. കുളി സുന്നത്തല്ലാണ്. പക്ഷേ ഈ വെള്ളത്തിന് വേണ്ടി കാത്തിരിക്കണ അല്ലെങ്കിൽ ചത്തുപോണ ജീവിയുണ്ട്, അല്ലെങ്കിൽ അയൽവാസിയുണ്ട്, മൂപ്പര് വല്ലാതെ ഉപദ്രവത്തില്ല, മക്കളും കുട്ടികളും കൊണ്ട് വെള്ളമില്ലാതെ ഇടങ്ങാറുകയാണ്. ആ സമയത്ത് നമ്മുടെ നീരാട്ട് നടക്കൂല, ആ സമയത്ത് നമ്മുടെ ആന്തൂറിയം കൃഷി നടക്കൂല, നമ്മൾ മാറി നിൽക്കണം. അങ്ങനെ നമ്മൾ നന്ദി കാണിച്ചാൽ, നന്ദി ഇങ്ങനെ പറയൽ മാത്രമൊന്നുമല്ല, അൽഹംദുലില്ലാ അശ്ശുക്റുലില്ല എന്ന് പറയൽ മാത്രമല്ല നന്ദി കാണിക്കൽ, ഓരോന്നിനെയും കൃത്യമായ രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നത് അതിൻ്റെതായ നന്ദി ചെയ്യലാണ്. അപ്പോൾ ഒരാൾ അങ്ങനെ നന്ദി കാണിച്ചിട്ടുണ്ടെങ്കിൽ ലഅസീദന്നകും, നിങ്ങൾക്ക് ഞാൻ വർദ്ധിപ്പിച്ചു തരും, അല്ല എങ്കിൽ എൻ്റെ അദാബ് പ്രതീക്ഷിച്ചോണം. വളരെ പ്രയാസപ്പെട്ട കുറേ ഘട്ടങ്ങൾ ചരിത്രത്തിലുണ്ട്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് ജനങ്ങൾക്ക് ആകെ കൊടിയ ഈ വരൾച്ച വന്നു. ആ സമയത്താണ് ബിലാൽ ഇബ്നുൽ ഹാരിസുൽ മുസ്നി എന്ന് പറയുന്ന സഹാബി വര്യൻ, ബിനാജുൽ അസ്കലാനി തങ്ങൾ അദ്ദേഹത്തിൻ്റെ ഫതുൽ ബാരിയിൽ അത് ഈ വന്നയാളുടെ പേരങ്ങനെയാണ് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിൻ്റെ അടുത്ത് എത്തുന്നതും ഇസ്തസ്കിലി ഉമ്മത്തിക ഫഇന്നഹും ഖദ് ഹലഖു, അങ്ങയുടെ ഉമ്മത്തിന് വേണ്ടി അങ്ങ് മഴയെ തേടണം എന്ന് റസൂലുള്ളാഹി തങ്ങളോട് ആവശ്യപ്പെടുന്നതും അവരാകെ നശിച്ചുപോയി എന്ന് പറയുന്നതും. ഇത് കണ്ടുകൊണ്ടിരുന്ന ഉത്തുബി എന്ന് പറയുന്ന ഒരു മഹാൻ ഇത്തിരി നേരം ഉറങ്ങിപ്പോകുന്നു. റസൂലുള്ളാഹി സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെടുന്നു. നിങ്ങൾക്ക് വെള്ളം കിട്ടുമെന്നും ഭരണത്തെ ഇത്തിരി കൂടി സോഫ്റ്റ് ആക്കണമെന്നും ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറയാൻ വേണ്ടി ഏൽപ്പിക്കുന്നു. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു വിവരം അറിയുമ്പോൾ വല്ലാഹി ലമ്മാലു, പടച്ചോനെ ഞാൻ വീഴ്ച വരുത്തിയിട്ടില്ല, ഞാൻ എൻ്റെ ഭരണത്തിൽ ഒരു വീഴ്ചയും വരുത്തിയിട്ടില്ല എന്നും പറഞ്ഞ് പൊട്ടിക്കരയുന്നതും അദ്ദേഹം ഇത് അംഗീകരിക്കുന്നതൊക്കെ വിവിധ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും. സയ്യിദ്നാ ഉമർ റളിയല്ലാഹു അൻഹുവായിട്ട് ബന്ധപ്പെട്ട് തന്നെ വെള്ളത്തിൻ്റെ മറ്റൊരു കഥ കൂടെ ഉണ്ട്. മിസ്റിൽ നിന്ന് അവിടുത്തെ ഗവർണർ ഉമർ റളിയല്ലാഹു അൻഹുവിന് കത്തെഴുതുകയാണ്. സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു ആണെന്ന് ഞാൻ ഓർക്കുന്നു. ഇമാം റാസി തഫ്സീർ റാസിയിൽ സൂറത്തുൽ കഹ്ഫിൽ ഔലിയാക്കളുടെ കറാമത്ത് പറയുന്നിടത്ത് ഉദ്ധരിക്കുന്നുണ്ട്. ഇവിടെ ഒരു ആചാരമുണ്ട്, നെയിൽ എല്ലാ വർഷവും ഒരു ദിവസം നിശ്ചലാവും, ഒഴുകൂല. പൈശാചികമായ ഏർപ്പെടലുകളൊക്കെ ആയിരിക്കും, അത് ഒഴുകൂല, അങ്ങനെ നിൽക്കും. ഇവിടെ പതിവായി വന്നു വരുന്നൊരു ആചാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ നാട്ടിലെ ഏറ്റവും നല്ല സുന്ദരിയാവുന്ന ഒരു കന്യകയെ ആഭരണങ്ങൾ അണിയിച്ച് മനോഹരമായ ചായയൊക്കെ തേച്ചിട്ട് അതിലിട്ട് കൊടുക്കണം. അങ്ങനെ ആ കുട്ടി മരിക്കും, വെള്ളത്തിൽ ഒഴുകും, അതോടുകൂടെ നെയ്യിൽ പഴയതുപോലെ ഒഴുക്ക് തുടങ്ങും. ഇങ്ങനെ ഒരു ആചാരമുണ്ട്. അതിൻ്റെ സമയത്തേക്കാണ് നെയ്യിൽ നിശ്ചലമായിരിക്കുന്നു. എന്ത് ചെയ്യണം? ഇവരെല്ലാവരും കൂടെ ഈ കുട്ടിയെ ഇട്ടുകൊണ്ടിരിക്കണം എന്നും പറഞ്ഞ് നിർബന്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്.
ഉമർ റളിയല്ലാഹു അൻഹു ഒരു കടലാസ് എടുത്തു. എന്നിട്ട് യാ നെയിൽ എന്നും പറഞ്ഞിട്ടൊരു ചെറിയ കത്ത് എഴുതുകയാണ്. നീ ഇതുവരെ ഒഴുകിയത് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരമാണെങ്കിൽ ഇനിയും ഒഴുകണം. അല്ല, നീ നിന്റെ ഇഷ്ടപ്രകാരമായിരുന്നു ഒഴുകിയതെങ്കിൽ ഇനി ഞങ്ങൾക്ക് നിന്നെ ആവശ്യമില്ല എന്നും പറയുന്ന, അള്ളാഹുവിൻ്റെ നിയമപ്രകാരം അല്ലാതെ ചലിക്കുകയാണെങ്കിൽ നിന്നെ ഞങ്ങൾക്ക് ആവശ്യമില്ല എന്നുള്ളൊരു കുറിപ്പ് ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ട് ഇത് നെയിലിൽ എറിയാൻ വേണ്ടി ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു. അത് ചെയ്തതോടുകൂടെ നെയിൽ ഒഴുകുന്നു. പിന്നീട് നെയിലിന് അസുഖം ഉണ്ടായിട്ടില്ല എന്നാണ്. എങ്ങനെയാണ് നെയിലിനോട് കൽപ്പിച്ചാൽ അത് കേൾക്കുക എന്നൊക്കെ ഉള്ളത് വേറൊരു ആത്മീയ വിശദീകരണം. നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, ചില പൈശാചികമായ ഇടപെടൽ കൊണ്ട് ഭൂമിയിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെയായിരിക്കും കാലങ്ങളായി നെയിൽ അങ്ങനെ ഒരു നിശ്ചലനാവസ്ഥ തുടരുന്നത്. അപ്പോൾ ആളുകളെ പറ്റിക്കാൻ പറ്റും. ഒരു കുട്ടിയെ അതിലേക്ക് ഇടുക എന്ന് പറഞ്ഞാൽ വലിയ പാതകമാണ്. ഇതെല്ലാവരും അംഗീകരിച്ച് ചെയ്യാറുണ്ട്. ആ നാട്ടുകാർ മൊത്തം പഴക്കലാണ്. ആ നാട്ടുകാരെ മൊത്തം പഴപ്പിക്കാനപ്പോൾ ഈ ഇബ്ലീസിന് പറ്റും, ഷെയ്ത്താന് പറ്റും. അതുകൊണ്ടാണ് ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നത്, അള്ളാഹിൻ്റെ പേരിൽ ഞാൻ പറയുന്നു, ഇതുവരെ നീ ഒഴുകിയത് റബ്ബിൻ്റെ കൽപ്പന പ്രകാരമാണെങ്കിൽ ഇനിയും ഒഴുകണം. അല്ല, നിന്റെ ഇഷ്ടപ്രകാരം നിന്നെ ഞങ്ങൾക്ക് ആവശ്യമില്ല, ജലത്തിന് ഞങ്ങൾ മറ്റു മാർഗങ്ങൾ കണ്ടോളും. അതുകൊണ്ട് ഞെട്ടിക്കാൻ നിൽക്കരുത് എന്നുള്ള ശൈലിയിൽ ഉമർ റളിയല്ലാഹു അൻഹു ഒരു എഴുത്ത് എഴുതുകയാണ്. അത് ഇട്ടതിന് ശേഷം ആ നെയിലിന് അങ്ങനെ ഒരു സംഭവം, അങ്ങനെ ഒരു അസുഖം പിന്നെ ഉണ്ടായിട്ടില്ലെന്ന് ഇമാമുന റാസി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ജലം മനുഷ്യരുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. വേനലിലാണ് കൃഷി നടത്തണം, അടുക്കളത്തോട്ടം നിർമ്മിച്ചുകൊണ്ടിരിക്കണം. നമുക്ക് പറ്റും വിധത്തിൽ പ്രകൃതിയോടുള്ള എല്ലാ ബന്ധങ്ങളും വെച്ച് പുലർത്തണം. നമ്മുടെ മക്കൾക്കൊക്കെ പ്രകൃതി പഠിപ്പിച്ചു കൊടുക്കണം. എന്താണ് വെള്ളം എന്നും, എന്താണ് വാഴമരം എന്നും, എന്താണ് നെല്ല് എന്നും, എങ്ങനെയാണ് ഇതൊക്കെ രൂപപ്പെടുന്നത് എന്നും പ്രകൃതിയിലേക്ക് അവരെ ഇറക്കാനും അവർക്ക് കാര്യബോധം ഉണ്ടാക്കാനും അങ്ങനെ അവരുടെ ബുദ്ധിവികാസത്തിനൊക്കെ നമ്മൾ മുന്നിൽ നിൽക്കണം. ജലം അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ നിഅമത്താണെന്ന് വിചാരിച്ച് അത് ഉപയോഗിക്കുന്നിടത്തൊക്കെ റബ്ബിനെ ഓർക്കണം, റബ്ബിന് ശുക്ർ ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെ അള്ളാഹുവിനെ ശുക്ർ ചെയ്യുന്ന നല്ല അടിയാറുകളായി റബ്ബ് തആല നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന എല്ലാ അഭാഗങ്ങളും പടച്ച റബ്ബ് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. രോഗികളുണ്ട്, വിവിധങ്ങളായ രോഗികളുണ്ട്, ആരോഗ്യപരമായി വിഷമങ്ങളുള്ളവർ, എപ്പോഴും വേദന അനുഭവിക്കുന്നവർ, ചെറിയ കുഞ്ഞുങ്ങൾക്ക് പ്രശ്നങ്ങളുള്ളവരൊക്കെ ഉണ്ട്. പടച്ച റബ്ബേ, നീ സലാമത്ത് നൽകണേ റഹ്മാനെ, ഷിഫാ നൽകണേ റഹ്മാനെ. ഈ ഉമ്മത്തിനെ ലോകത്തിൻ്റെ എല്ലായിടത്തും നീ സംരക്ഷിക്കണേ റഹ്മാനെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.